Good evening. നമ്മുടെ ലാസ്റ്റ് സെഷനിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ പല ഡിഫറെന്റ് കേസസിലെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഏതെടുക്കണം എന്നതുവരെയുള്ള ഡിസ്കസ് ചെയ്തു. സെക്ഷൻ 55 സെക്ഷൻ 55 ഇനി ഒരു കാര്യം കൂടെയാണുള്ളത്. Cost of improvement. Cost of improvements. Cost of improvements. Cost of improvements. First point. In case of goodwill, patent, copyright, right to carry on business, or profession. Cost of improvement will be nil. Okay, so goodwill intangible assets in the purathu improvement ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞെടുക്കില്ല, അത് നില്ലായിട്ടായിരിക്കും എടുക്കുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കേസാണ്. ഓൺ എനി അതർ ക്യാപിറ്റൽ അസറ്റ്സ്, സോ ഈ പറയുന്ന ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അല്ലാതെ ക്യാപിറ്റൽ 2 സബ്സെക്ഷൻ 14 പ്രകാരം ക്യാപിറ്റൽ അസറ്റിന്റെ ഡെഫിനിഷനിൽ പറയുന്ന ക്യാപിറ്റൽ അസറ്റിന്റെ പുറത്ത് ആക്ച്വൽ capital expenses incurred on improvements on or after 1/4/2001. So, a capital asset number any capital expenses incurred on improvements actual expenditure cost of improvement. Then we already discussed improvements before. So, our base financial year 1/4/2001 മുമ്പ് എടുത്ത ഇംപ്രൂവ്മെന്റ്സ് എന്താണ് will be ignored. So that means അതെന്താണ് capital gain considerable cost of improvements കൺസിഡർ ചെയ്യില്ല. So that means എന്താണ് intangible assets ഒഴികെയുള്ള other capital assetന്റെ പുറത്താണ് നമുക്ക് cost of improvements. So long term capital asset ആണെങ്കിൽ indexation benefit കിട്ടും. Then a cost of improvement എന്ന് പറയുന്നത് എന്തായിരിക്കണം? Actual capital expenditure on improvement of capital asset, and it will be incurred on or after 1/4/2001 ആണെങ്കിലേ നമ്മൾ cost of improvement ആയിട്ട് എടുക്കുള്ളൂ. Then അതിന് മുമ്പാണെങ്കിൽ 1/4/2001 മുമ്പാണെങ്കിലോ it will be before 1/4/2001 ആണെങ്കിൽ before 1/4/2001 will be ignored. ഇതേയും cost of improvements ignore ചെയ്യും. ഓക്കെ അല്ലേ? സോ ഇത്രയാണ് നമുക്ക് സെക്ഷൻ 55 കോസ്റ്റ് ഓഫ് അക്വിസിഷൻ സ്പെഷ്യൽ കേസിലും ദെൻ ഇംപ്രൂവ്മെന്റ്സ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്സും അറിഞ്ഞിരിക്കേണ്ടത്. ക്ലിയർ ആണോ? ദെൻ നമ്മളിനി ഓരോ സെക്ഷനിലേക്ക് കിടക്കാണ്. ഫസ്റ്റ് 45 സബ്സെക്ഷൻ 1A. സെക്ഷൻ 45 സബ്സെക്ഷൻ 1A. Insurance claim for damage or destruction of capital asset. So ശ്രദ്ധിക്കാം, നമുക്കൊരു capital asset. So ഇവിടെ ശ്രദ്ധിക്കാം, ഒരു capital asset ഉണ്ട് എനിക്ക് 2 സബ്സെക്ഷൻ 14 പ്രകാരമുള്ള ഒരു capital asset. So ആ അസറ്റിന് എന്താണ് ഡാമേജ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ സംഭവിച്ചു. സോ നമ്മുടെ ഇന്റൻഡഡ് പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഡാമേജ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ സംഭവിച്ചു. നമ്മൾ ഈ ക്യാപിറ്റൽ അസറ്റ് ഇൻഷുർ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ
ഇൻഷുർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താണ് ഇൻഷുറൻസ് കമ്പനി നമുക്ക് എന്ത് തരും? ഇൻഷുറൻസ് ക്ലെയിം അല്ലെങ്കിൽ ഇൻഷുറൻസ് കോമ്പൻസേഷൻ. ഇൻഷുറൻസ് ക്ലെയിം അല്ലെങ്കിൽ ഇൻഷുറൻസ് കോമ്പൻസേഷൻ. സോ ഇൻഷുറൻസ് ക്ലെയിം. ഇൻഷുറൻസ് ക്ലെയിം. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, എനി കോമ്പൻസേഷൻ റിസീവ്ഡ് ഫ്രം ഇൻഷുറൻസ് കമ്പനി ഫോർ. സോ ഇവിടെ ഡാമേജ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ സംഭവിച്ചു. ദെൻ എന്താണ് ആ ക്യാപിറ്റൽ അസറ്റ്, ദാറ്റ് മീൻസ് ഉണ്ടോ ഇതിന്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. എന്താണ് ഈ ഡാമേജ് ആയ അസറ്റ് ഇൻഷുറൻസ് കമ്പനി എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് ക്യാഷ് തരുന്ന പോലെ അല്ലേ. സോ ദാറ്റ് മീൻസ് എന്താണ് ഈ അസറ്റ്, ഈ ക്യാപിറ്റൽ അസറ്റ് ഇൻഷുറൻസ് കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്തു. പകരം എന്ത് ചെയ്തു? ഇൻഷുറൻസ് ക്ലെയിം. നമ്മൾ പ്രീമിയം അടച്ചാൽ കിട്ടുന്ന ഇൻഷുറൻസ് ക്ലെയിം കമ്പനി തന്നാൽ. സോ ഉണ്ടോ ഇത് സ്പെസിഫൈഡ് ഡാമേജ് ആണെങ്കിൽ ഈ ട്രീറ്റഡ് ആസ് ട്രാൻസ്ഫർ. ഉണ്ടോ സോ വെറും ഡാമേജ് ഓർ ഡിസ്ട്രക്ഷൻ അല്ല, സ്പെസിഫൈഡ് ഡാമേജ് ഓർ ഡിസ്ട്രക്ഷൻ ആയിരിക്കണം. സ്പെസിഫൈഡ്. സോ ദാറ്റ് മീൻസ് എന്തൊക്കെ ഡാമേജ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ സംഭവിച്ചാൽ ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയാലാണ് നമുക്ക് ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന രീതിയിൽ എടുക്കുന്നത്. Such transfer shall be liable to capital gain in the year of receipt of compensation. In the year of receipt of compensation. So ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. Compensation received from insurance company for specified damages is treated as transfer. So ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, സ്പെസിഫൈഡ് ഡാമേജ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാകും. സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡാമേജ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ഉണ്ടായിട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ക്ലെയിം കിട്ടിയാൽ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്? അതൊരു ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ അട്രാക്ട് ചെയ്യുന്നത്. സോ ഇവിടെ നോക്കാം, സ്പെസിഫൈഡ് ഡാമേജസ്, then damages caused due to fire, flood, earthquake, tsunami or other natural calamities. So എന്താണ് നമ്മുടെ ഡാമേജസ്, ക്യാപിറ്റൽ അസറ്റിന് ഡാമേജ് ഉണ്ടാകാൻ കാരണം എന്താണ്? നാച്ചുറൽ കലാമിറ്റീസ് ആകാം. then riot or civil disturbance, accidental fire explosion or action by enemy and action taken in combating an enemy. ഇത്രയാണ് എന്ത് സ്പെസിഫൈഡ് ഡാമേജ്. ഈ പറയുന്ന ഡാമേജ് സംഭവിച്ച ക്യാപിറ്റൽ അസറ്റിന് ഈ പറയുന്ന സ്പെസിഫൈഡ് ഡാമേജസ്, ദാറ്റ് മീൻസ് ഡാമേജ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ഡ്യൂ ടു ഈ പറയുന്ന ആക്സിഡന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടാണ് ക്യാപിറ്റൽ അസറ്റിന് ഡാമേജ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ സംഭവിച്ചത്. എന്നിട്ട് ഇൻഷുറൻസ് ക്ലെയിം കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് എന്തിൽ ടാക്സബിൾ ആകും? ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് റെസീറ്റ് ഇൻഷുറൻസ് കോമ്പൻസേഷൻ കിട്ടുന്ന വർഷം ഏതാണോ ആ ഇയറിൽ നമുക്ക് എന്താവും? ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ അട്രാക്ട് ചെയ്യും. ക്ലിയർ ആണോ? സോ ഈ പറയുന്ന സ്പെസിഫൈഡ് ഡാമേജ് അല്ലാതെ, സ്പെസിഫൈഡ് അല്ല, ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ടല്ലാതെ ഉണ്ടാകുന്ന ഡാമേജ് നമ്മൾ എന്തായിട്ട് കൂട്ടൂല? സ്പെസിഫൈഡ് ഡാമേജസ് ആയിട്ട് കൂട്ടൂല. സോ വേറെ ഡാമേജസ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? there will not be any capital gain. ക്ലിയർ ആണോ? സോ ഇതൊന്നുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഒരു ചാർട്ട് പോലെ നോട്ട് ചെയ്യാം. ഡാമേജ് ഓർ ഡിസ്ട്രക്ഷൻ ടു ക്യാപിറ്റൽ അസറ്റ്. സോ ക്യാപിറ്റൽ അസറ്റിന് ഡാമേജ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാകുന്നു. സോ നമ്മൾ രണ്ട് റീസൺ ആണ്. ഒന്ന് സ്പെസിഫൈഡ് ഡാമേജ് ആണ്, സ്പെസിഫൈഡ് ഡാമേജ്. then other damage. സോ നമുക്കുണ്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് 45 സബ്സെക്ഷൻ 1A പ്രകാരം ഇൻഷുറൻസ് ക്ലെയിം റിസീവ് ചെയ്യുന്നത് ഡ്യൂ ടു സ്പെസിഫൈഡ് ഡാമേജ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടുള്ള ഡിസ്ട്രക്ഷനോ ഡാമേജോ ആയിട്ട് ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയാൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട്. ദാറ്റ് മീൻസ് വേറെ ഏതെങ്കിലും കാരണം കൊണ്ട് ഡാമേജ് ആയാൽ ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയാൽ അത് എന്തായിട്ട് കൂട്ടില്ല? ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കൂട്ടില്ല. ദാറ്റ് മീൻസ് ട്രാൻസ്ഫർ ആയിട്ട് വരില്ല. ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ അട്രാക്ട് ചെയ്യില്ല. സോ സ്പെസിഫൈഡ് ഡാമേജ് ഉണ്ടായി, അതിനുശേഷം
സോ ഉണ്ടോ സ്പെസിഫൈഡ് ഡാമേജ് ഉണ്ടായാൽ മാത്രം എന്ത് കിട്ടില്ല, ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട് ചെയ്യില്ല. എന്ത് കിട്ടുന്നുണ്ടാണ്, ഇൻഷുറൻസ് ക്ലൈം റിസീവ്ഡ്. ഇൻഷുറൻസ് ക്ലൈം റിസീവും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എന്താകും, ട്രാൻസ്ഫർ ആകും. ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ ആപ്ലിക്കബിൾ. ക്യാപിറ്റൽ ഗെയിൻ ഈസ് ആപ്ലിക്കബിൾ. സോ ഇൻഷുറൻസ് ക്ലൈം നോട്ട് റിസീവ്ഡ്. ഇൻഷുറൻസ് ക്ലൈം റിസീവ് ചെയ്തിട്ടില്ലെങ്കിലോ, ഇൻഷുറൻസ് ക്ലെയിം റിസീവ് ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ, നമുക്കൊരു അല്ലെ എന്തെങ്കിലും ഒരു ഫണ്ട് ഇൻഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ. സോ ദാറ്റ് മീൻസ് എന്താണ്, ഈ അസറ്റ് ഇൻഷുറൻസ് കമ്പനി എടുത്തുകൊണ്ട് പോയി ഒന്നും തന്നില്ലെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട് ചെയ്യും. സോ ഉണ്ടോ ഈ സ്പെസിഫിക് ഒന്നാമത്തെ കാര്യം സ്പെസിഫൈഡ് ഡാമേജ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ആയിരിക്കണം. ദാറ്റ് മീൻസ് ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് മാത്രമായിരിക്കണം ഡാമേജ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ഉണ്ടായിരിക്കുന്നത്. ഇൻഷുറൻസ് കമ്പനി തന്നെ ക്ലെയിം കിട്ടിയിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ട്രാൻസ്ഫർ ആകും. ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ വിൽ അട്രാക്ട്. സോ ഇതില്ലെങ്കിലോ, ഇൻഷുറൻസ് ക്ലെയിം നോട്ട് റിസീവ്ഡ് ആണെങ്കിലോ, നോ ക്യാപിറ്റൽ ഗെയിൻ. ക്ലിയർ ആണോ? ദെൻ അതർ ഡാമേജ് ആണെങ്കിൽ എന്തായിരിക്കും ട്രീറ്റ്മെന്റ്? എടുത്തു പറഞ്ഞിട്ടുണ്ട്, സ്പെസിഫൈഡ് ഡാമേജ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ആണെങ്കിൽ മാത്രമേ ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയാൽ എന്താകുള്ളൂ, ക്യാപിറ്റൽ ഗെയിൻ ആപ്ലിക്കബിൾ ആകത്തുള്ളൂ. അതർ ഡാമേജ് ആണെങ്കിൽ എന്താകും, അതൊരു ക്യാപിറ്റൽ റെസീറ്റ് മാത്രമാകും. എന്ത് വരില്ല, ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട് ചെയ്യില്ല. ക്ലിയർ ആണോ? വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അസറ്റിന് ഡാമേജ് ഉണ്ടായാലും ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയാലും അത് എന്താകില്ല, നോ ക്യാപിറ്റൽ ഗെയിൻ. ക്ലിയർ ആണോ? സ്പെസിഫൈഡ് ഡാമേജ് ആകണം പ്ലസ് ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയാൽ മാത്രമേ, സ്പെസിഫൈഡ് ഡാമേജസ് പ്ലസ് ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയാലേ എന്ത് അട്രാക്ട് ചെയ്യുള്ളൂ, ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട് ചെയ്യുള്ളൂ. ക്ലിയർ ആണോ പോയിന്റ്? സോ അതർ ഡാമേജ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യില്ല. സ്പെസിഫൈഡ് ഡാമേജ് ആണ് പക്ഷേ സ്പെസിഫൈഡ് ഡാമേജ് ആണ് പക്ഷേ ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയില്ലെങ്കിലും എന്ത് അട്രാക്ട് ചെയ്യില്ല, ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ അട്രാക്ട് ചെയ്യില്ല. ക്ലിയർ ആണോ? 45 സബ്സെക്ഷൻ 1 ഇത്രയും കാര്യങ്ങളാണ് 45 സബ്സെക്ഷൻ 1 മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണോ പോയിന്റ്? ഇനിയാണ് നമുക്ക് സോ നമ്മള് സെക്ഷൻ 45 സബ്സെക്ഷൻ 1A, സെക്ഷൻ 45 സബ്സെക്ഷൻ 1 ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. സെക്ഷൻ 45 സബ്സെക്ഷൻ 1 നമ്മൾ എന്താണ്, ചാർജബിലിറ്റി സെക്ഷൻ 45 സബ്സെക്ഷൻ 1 നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്, എന്താണ് ചാർജബിലിറ്റി സെക്ഷൻ 45 സബ്സെക്ഷൻ 1 എന്താണ് പറഞ്ഞത് പറയാം. സെക്ഷൻ 45 സബ്സെക്ഷൻ 1 സെക്ഷൻ 45 സബ്സെക്ഷൻ 1 എന്താണ് ഡിസ്കസ് ചെയ്തത്, ചാർജബിലിറ്റി സെക്ഷന്റെ സ്റ്റാർട്ടിങ്ങില് ക്യാപിറ്റൽ ഗെയിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സെക്ഷൻ 45 സബ്സെക്ഷൻ 1 പറഞ്ഞിരുന്നു. എന്തായിരുന്നു അതിൽ ഡിസ്കസ് ചെയ്യുന്നത്, എനി പ്രോഫിറ്റ് ഓർ ഗെയിൻ ഫ്രം arising ഫ്രം എന്താണ്, ട്രാൻസ്ഫർ നമ്മൾ എന്താണ് അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 47 ട്രാൻസ്ഫർ പഠിച്ചു ഓഫ് ക്യാപിറ്റൽ അസറ്റ് എന്താണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 14 പ്രകാരം ക്യാപിറ്റൽ അസറ്റ് ഷാൽ ബി ചാർജബിൾ. ഏത് വർഷമാണ് ഷാൽ ബി ചാർജബിൾ, അണ്ടർ capital gains in the previous year in which transfer, so very important, transfer took place. ഈ ഒരു സെക്ഷൻ സോ 45 സബ്സെക്ഷൻ 1 സോ 45 സബ്സെക്ഷൻ 1 പ്രകാരം നോർമലി ടാക്സ് ചെയ്യുന്ന ഏത് ഇയറിലാണ്, ഇൻ ദ ഇയർ ഓഫ് ട്രാൻസ്ഫർ. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം നമുക്ക് ഇതേപോലെ 4 കേസസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇതിനെ ഈ പറയുന്ന 45 അതായത് നോർമൽ ടാക്സബിലിറ്റി 45 സബ്സെക്ഷൻ 1
ഡിഫറെന്റ് ആയിട്ട് വരുന്ന സെനാരിയോ. ഇവിടെ സെക്ഷൻ 45 സബ്സെക്ഷൻ 1A, സെക്ഷൻ 45 സബ്സെക്ഷൻ 1A ഇവിടെ നോക്കുക, ക്യാപിറ്റൽ അസറ്റ് എന്ത് സംഭവിക്കുന്നു? ക്യാപിറ്റൽ അസറ്റിന് എന്താണ് ഡാമേജ് ഓർ ഡിസ്ട്രക്ഷൻ ഡ്യൂ ടു നമുക്ക് എന്ത് പറയാം, സ്പെസിഫൈഡ് ഡാമേജ് ഓർ ഡിസ്ട്രക്ഷൻ. ദാറ്റ് മീൻസ് ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഡിസ്ട്രക്ഷൻ. സോ ക്യാപിറ്റൽ അസറ്റിന് ഡാമേജ് ഓർ ഡിസ്ട്രക്ഷൻ നടക്കുന്ന ആ ഇയറിൽ എന്തായിരിക്കും എന്ത് സംഭവിച്ചു? ട്രാൻസ്ഫർ ടുക്ക് പ്ലേസ്. സോ ട്രാൻസ്ഫർ took place in the year of destruction or damage. Okay, so destruction നടന്ന വർഷം നമ്മൾ എന്തായിട്ട് പറയുന്നു? ട്രാൻസ്ഫർ നടന്നു. പക്ഷേ ട്രാൻസ്ഫർ took place നമ്മുടെ സെക്ഷൻ 45 സബ്സെക്ഷൻ 1 പ്രകാരം എന്താണ്? ക്യാപിറ്റൽ എനി പ്രോഫിറ്റ് ഓർ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് shall be chargeable under capital gain under the head capital gain in the previous year in which transfer took place. പക്ഷേ നമുക്ക് ഇവിടെ ട്രാൻസ്ഫർ നടന്നാൽ മാത്രം, സോ 45 സബ്സെക്ഷൻ 1 എന്ത് കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം? ജസ്റ്റ് ഡിസ്ട്രക്ഷൻ നടന്നാൽ മാത്രം നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടോ? കൊണ്ടാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഡിസ്ട്രക്ഷൻ ഉണ്ടോ? സ്പെസിഫൈഡ് ഡിസ്ട്രക്ഷൻ നടക്കുകയും വേണം. എന്ത് കിട്ടണം? ഇൻഷുറൻസ് ക്ലെയിം കിട്ടുകയും കൂടെ ചെയ്താൽ മാത്രമേ എന്ത് അട്രാക്ട് ചെയ്യുള്ളൂ? ക്യാപിറ്റൽ ഗെയിൻ. സോ സെക്ഷൻ 45 സബ്സെക്ഷൻ 1 എന്താ പറഞ്ഞിരിക്കുന്നത്? in the previous year in which transfer took place. പക്ഷേ സെക്ഷൻ 45 സബ്സെക്ഷൻ 1 പ്രകാരം എന്നാണോ സ്പെസിഫൈഡ് ഡിസ്ട്രക്ഷൻ നടക്കുന്നത്, 45 1 സ്പെസിഫൈഡ് ഡിസ്ട്രക്ഷൻ നടക്കുന്ന ആ പ്രീവിയസ് ഇയറിൽ എന്ത് നടന്നു കഴിഞ്ഞു? ട്രാൻസ്ഫർ ടുക്ക് പ്ലേസ്. ബട്ട് എന്നായിരിക്കും ടാക്സ് ചെയ്യുന്ന, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ചെയ്യുന്ന ഇയർ ഏതായിരിക്കും? ക്യാപിറ്റൽ ഗെയിൻ will be taxable. Then നോട്ട് ചെയ്യാം, 45 സബ്സെക്ഷൻ 1 ജനറൽ നോർമൽ വേയിലെ ഒരു ഇത് തന്നെ എക്സെപ്ഷൻ കേസാണ്. 45 സബ്സെക്ഷൻ 1 ഒരു എക്സെപ്ഷൻ കേസാണ്. എക്സെപ്ഷൻ ആണ് എന്താ? 45 സബ്സെക്ഷൻ 1 പ്രകാരം ക്യാപിറ്റൽ അസറ്റ് സോ ഡിസ്ട്രക്ഷൻ നടക്കുമ്പോൾ ട്രാൻസ്ഫർ ടുക്ക് പ്ലേസ്, ബട്ട് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്ഡ് in the previous year. എന്ത് കിട്ടുന്ന പ്രീവിയസ് ഇയറിലായിരിക്കും? in which insurance claim received. ക്ലിയർ ആണോ? സോ എന്താണ് സെക്ഷൻ 45 സബ്സെക്ഷൻ 1 ഒരു എക്സെപ്ഷൻ ആണ്. എന്ത്? 45 സബ്സെക്ഷൻ 1 ബിക്കോസ് ഡാമേജ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ, സ്പെസിഫൈഡ് ഡാമേജ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ നടക്കുമ്പോൾ എന്ത് നടന്നതായിട്ട് നമുക്ക് പറയാം? ട്രാൻസ്ഫർ ടുക്ക് പ്ലേസ്. സോ ബട്ട് എന്താണ് ഇൻഷുറൻസ് കമ്പനിയുടെ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞിട്ട് ട്രാൻസ്ഫർ, അതായത് ഈ ഡിസ്ട്രക്ഷൻ നടന്ന അതേ പ്രീവിയസ് ഇയറിൽ തന്നെ ക്ലെയിം കിട്ടുന്നില്ല. സോ അവരുടെ പ്രൊസീജിയർ കഴിഞ്ഞ് അവര് ഇൻഷുറൻസ് ക്ലെയിം റിലീസ് ചെയ്തത് അടുത്ത വർഷമാണെങ്കിൽ, സോ ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട് ചെയ്യുന്ന എന്തായിരിക്കും? അല്ലെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ ഉണ്ടാകുന്ന ഏത് ഇയറിലായിരിക്കും? ഇൻഷുറൻസ് ക്ലെയിം റിസീവ് ചെയ്യുന്ന വർഷമായിരിക്കും അല്ലെ? സോ ഇൻഷുറൻസ് ക്ലെയിം റിസീവ് ചെയ്യുന്ന വർഷമായിരിക്കും. സോ ആ ഇയറിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ചെയ്യും. ദാറ്റ് മീൻസ് 45 സബ്സെക്ഷൻ 1 നോർമൽ ജനറൽ സെക്ഷന് എക്സെപ്ഷൻ ആണ് എന്ത്? 45 സബ്സെക്ഷൻ 1A. ക്ലിയർ ആണോ? പോയിന്റ്? സോ നമ്മൾ ഇനി എന്താണ് ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഇൻ കേസ് ഓഫ് 45 സബ്സെക്ഷൻ 1A, computation of capital gain. 45 സബ്സെക്ഷൻ 1 പ്രകാരം ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാൻ പോവാണ്. particulars amount in rupees. സോ ഉണ്ടോ, നോർമലി നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുന്ന എന്തായിരിക്കും? സെയിൽ കൺസിഡറേഷൻ. ഇവിടെ ആക്ച്വലി സെയിൽ ആണ്. സോ ഫുൾ വാല്യൂ കൺസിഡറേഷൻ, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടുന്ന് കിട്ടുന്ന എമൗണ്ട് ആണ് ഫുൾ വാല്യൂ കൺസിഡറേഷൻ? ഇൻഷുറൻസ് കമ്പനി തരുന്ന ക്ലെയിം അല്ലെ? ഇൻഷുറൻസ് ക്ലെയിം. സോ ചിലപ്പോൾ സംടൈംസ് അത് എന്താകാം? മണി ആകാം, ക്യാഷ്, അല്ലെങ്കിൽ ബാങ്കിലേക്ക് മണി ക്യാഷ് എമൗണ്ട് വരാകാം. അല്ലെങ്കിൽ സോ അസറ്റ് റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യും? ഫെയർ മാർക്കറ്റ് വാല്യൂ
of asset fair market value of asset received as claim. സോ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന അസറ്റിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ അല്ല, നമുക്ക് എന്താ ഒന്നുകിൽ അവർ ഫണ്ടായിട്ട് തരികയാണെങ്കിൽ അത് മണി ക്യാഷ് വാല്യൂ, അല്ലെങ്കിൽ അവർ അസറ്റ് ആയിട്ടാണ് തരുന്നെങ്കിൽ അസറ്റ് കിട്ടിയ അസറ്റിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ. ദെൻ ഇതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ഓക്കെ ഉണ്ടോ? സോ കിട്ടിയത് മുഴുവൻ, അത് ഇൻഷുറൻസ് ഗെയിൻ കിട്ടിയത് മുഴുവൻ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് പറയും. സോ ക്യാപിറ്റൽ ഗെയിൻ കിട്ടണമെങ്കിൽ എപ്പോഴും എന്താണ് ഫുൾ വാല്യൂ കൺസിഡറേഷൻ എന്ത് കുറയ്ക്കണം? കോസ്റ്റ് ഓഫ് അക്വസിഷൻ കുറയ്ക്കണം അല്ലെ? സോ കോസ്റ്റ് ഓഫ് അക്വസിഷൻ, സോ ലെസ്, ഒന്നുകിൽ എന്താണ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ, അല്ലെങ്കിൽ ഉണ്ടോ ലോങ് ടേം ആണെങ്കിൽ നമ്മൾ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടാത്ത സെക്ഷൻ 48 പ്രൊവിസോഴ്സിൽ ഇത് നമ്മൾ പറഞ്ഞായിരുന്നോ? ഇല്ല. സോ ദാറ്റ് മീൻസ് ലോങ് ടേം ആണെങ്കിൽ, ലോങ് ടേം അസറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ കിട്ടും. ദെൻ അതിനകത്ത് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഉണ്ടോ? സോ അതും ലോങ് ടേം ആണെങ്കിൽ എന്ത് കിട്ടും? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്സും കിട്ടും. സോ ഇത് രണ്ടും കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നുണ്ടോ? സോ കിട്ടുന്ന ക്ലെയിം മുഴുവൻ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വരത്തില്ല. ട്രാൻസ്ഫർ ആണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട് ചെയ്യും. സോ എന്താണ്, എന്നാണോ ഏത് പ്രീവിയസ് ഇയറിലാണോ ക്ലെയിം കിട്ടിയത്, സോ കിട്ടിയ ക്ലെയിം മുഴുവൻ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ടാക്സ് ചെയ്യാനൊന്നും പറ്റൂല. സോ എനിക്ക് എന്താണ്, എന്റെ അസറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുന്ന പോലെയാണ്. ദാറ്റ് മീൻസ് എന്താണ്, എനിക്ക് എന്ത് കുറയ്ക്കണം? സോ അസറ്റ് ഇൻഷുറൻസ് കമ്പനി ടേക്ക് ഓവർ ചെയ്യുമല്ലോ. സോ ആ അസറ്റ് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോയപ്പോഴുള്ള കോസ്റ്റ് അത് ലോങ് ടേം ആണെങ്കിൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എനിക്ക് കിട്ടണം. സോ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്, ലോങ് ടേം ആണെന്നുണ്ടെങ്കിൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടണം. ക്ലിയർ ആണോ? സോ ഇത് കുറച്ച് കഴിയുമ്പോഴായിരിക്കും എന്ത് കിട്ടുന്നത്? ക്യാപിറ്റൽ ഗെയിൻ അല്ലെ? സോ അത് ഇൻഡെക്സേഷൻ ഇല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, ഇൻഡെക്സേഷൻ ഉണ്ടെങ്കിൽ ഒരു ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. സോ എക്സാമിന് നമ്മൾ ജസ്റ്റ് വേഗ് ആയിട്ട് ക്യാപിറ്റൽ ഗെയിൻ എഴുതി കഴിഞ്ഞാൽ ഫുൾ ക്രെഡിറ്റ് കിട്ടില്ല. അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണോ നമുക്ക്, അതായത് എക്സാക്ട് പ്രൊവിഷൻ അറിയാം. സോ എന്ത് രീതിയിലാണ് അത് ഹെൽഡിങ്, എന്താ ഇത്ര മാസമേ ഹെൽഡ് ചെയ്തുള്ളൂ, അതുകൊണ്ട് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ്, അതുകൊണ്ട് കിട്ടിയ അസറ്റിൽ നിന്ന് കിട്ടിയ ഇൻകം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. ദെൻ അല്ലെങ്കിൽ ലോങ് ടൈം ആണെങ്കിൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻകം എന്തായിരിക്കും? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. ക്ലിയർ ആണോ? സോ 45 സബ്സെക്ഷൻ 1A, സോ ഡാമേജ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ഡ്യൂ ടു സ്പെസിഫൈഡ് ഡാമേജ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാകണം. ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയാൽ മാത്രമേ ഉണ്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മൊത്തം മനസ്സിലാക്കിയിട്ട് സമ്മപ്പ് ചെയ്യണം. സോ ഡാമേജ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ടു ക്യാപിറ്റൽ അസറ്റ് ഡ്യൂ ടു സ്പെസിഫൈഡ് ഡാമേജ് പ്ലസ് ഇൻഷുറൻസ് ക്ലെയിം ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട് ചെയ്യും. സോ അതർ ഡാമേജസ് ആണെങ്കിലും ഇൻഷുറൻസ് ക്ലെയിം ഇല്ലെങ്കിലും ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട് ചെയ്യില്ല. സോ ദെൻ എന്താണ് 45 സബ്സെക്ഷൻ 1ന് ഒരു എക്സെപ്ഷൻ കേസ് ആണ് 45 സബ്സെക്ഷൻ 1A. ദാറ്റ് മീൻസ് എന്താണ്, ട്രാൻസ്ഫർ നടക്കുന്ന വർഷവും ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ചെയ്യുന്ന വർഷവും രണ്ടും രണ്ടാണ്. സോ എന്നാണോ ഡിസ്ട്രക്ഷൻ നടക്കുന്ന ആ പ്രീവിയസ് ഇയറിലെ ട്രാൻസ്ഫർ നടന്നായിട്ട് കൂട്ടും. ബട്ട് ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയ ഏത് പ്രീവിയസ് ഇയറിലാണോ ആ പ്രീവിയസ് ഇയറിലെ എന്ത് അട്രാക്ട് ചെയ്യത്തുള്ളൂ? ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കൂ. ദെൻ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ ഇൻഷുറൻസ് കമ്പനിയുടെ നിന്ന് ക്യാഷ് കിട്ടിയാൽ ആ ക്യാഷ് വാല്യൂ, അല്ലെങ്കിൽ അസറ്റ് ആണ് കിട്ടിയെങ്കിൽ ഇൻഷുറൻസ് കമ്പനി തന്ന അസറ്റിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ, അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? എന്റെ കയ്യിൽ ഉണ്ടായിരുന്നതിന്റെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ, അത് ലോങ് ടൈം ആണെങ്കിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ, ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ ഇംപ്രൂവ്മെന്റ്സ്, അത് ലോങ് ടൈം ആണെങ്കിൽ ലോങ് ടൈം അസറ്റിന്റെ പുറത്താണ് ഇംപ്രൂവ്മെന്റ്സ് എങ്കിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് കുറച്ച് കഴിഞ്ഞ് കിട്ടുന്നതായിരിക്കും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ. Section 45 subsection 2, important section 45 subsection 2, conversion of capital asset into stock in trade. Conversion of capital asset into stock in trade. So section 45 subsection 1 എന്താണ്? Insurance claim for specified damages. Then conversion of capital asset into stock in trade. Okay, so ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ എന്താണ് section 45 subsection 2, conversion of capital asset into stock in trade. Okay, so എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ക്യാപിറ്റൽ അസറ്റ് ഞാൻ എങ്ങോട്ട് മാറ്റി? എന്റെ ബിസിനസിന്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് മാറ്റി. കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻടു സ്റ്റോക്ക് ഇൻ ട്രേഡ്. കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻടു സ്റ്റോക്ക് ഇൻ ട്രേഡ്. സോ നമ്മള് ക്യാപിറ്റൽ അസറ്റ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആക്കി മാറ്റിയാൽ നമ്മുടെ സെക്ഷൻ 2 സബ്സെക്ഷൻ 47 പ്രകാരം എന്താണ്? കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻടു സ്റ്റോക്ക് ഇൻ ട്രേഡ് ഈസ് എ ട്രാൻസ്ഫർ. എന്താണ്?
ക്യാപിറ്റൽ അസറ്റ് എങ്ങോട്ട് മാറ്റി? സ്റ്റോക്ക് ഇൻ ട്രേഡിലോട്ട് മാറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തിന്റെ എഫക്റ്റ് ആണ്? ട്രാൻസ്ഫറിന്റെ എഫക്റ്റ് ആണ്. സോ എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ക്യാപിറ്റൽ അസറ്റ് നോക്കാം. എന്റെ കയ്യിൽ ബിൽഡിംഗ് ഉണ്ട്, ഒരു ബിൽഡിംഗ് 5 ബിൽഡിംഗ് ഉണ്ട്, അതിന്റെ ഓണറാണ് ഞാൻ. സോ ദെൻ എന്താണ് അതെന്റെ ബിൽഡിംഗ് അല്ലെങ്കിൽ എന്റെ ലാൻഡ് പ്ലോട്ട് ഉണ്ട്, അതെന്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആക്കി മാറ്റി. ഞാൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് വരികയാണ്. എന്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആക്കി മാറ്റി. സോ ഈ ക്യാപിറ്റൽ അസറ്റ് എന്റെ ബിസിനസിന്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആക്കി മാറ്റിയാൽ എനിക്ക് എന്തെങ്കിലും ഫണ്ട് കിട്ടുന്നുണ്ടോ? ആക്ച്വലി ക്യാപിറ്റൽ അസറ്റ് എന്റെ ബിസിനസിന്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആക്കി മാറ്റിയാൽ ആക്ച്വലി എനിക്ക് എന്തെങ്കിലും ക്യാഷോ അല്ലെങ്കിൽ എന്തെങ്കിലും എമൗണ്ട് കിട്ടുന്നുണ്ടോ? എന്തെങ്കിലും കൺസിഡറേഷൻ കിട്ടുന്നുണ്ടോ? എന്തെങ്കിലും കൺസിഡറേഷൻ കിട്ടുന്നുണ്ടോ? ഇല്ല. സോ ദാറ്റ് മീൻസ് കൺസിഡറേഷൻ കിട്ടിയില്ല എങ്കിൽ നമ്മൾ എങ്ങനെ ഒരു ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞു വരും? സോ അതാണ് ക്യാപിറ്റൽ ഗെയിൻ എറൈസസ് അസസ് കൺവേർട്ട് ദ ക്യാപിറ്റൽ അസറ്റ് ഇൻടു whereas capital gain arises, then capital gain shall be taxable in the year in which stock in trade is sold. Okay. So that means ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. സോ നമുക്ക് ക്യാപിറ്റൽ അസറ്റ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആക്കുമ്പോൾ എന്താ? ട്രാൻസ്ഫർ ആക്കും. ദാറ്റ് മീൻസ് ക്യാപിറ്റൽ ഗെയിൻ എറൈസ് ചെയ്യും. സോ ക്യാപിറ്റൽ ഗെയിൻ എറൈസ് ചെയ്യും. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് കിട്ടുന്ന എപ്പോഴായിരിക്കും? ഈ പറയുന്ന സ്റ്റോക്ക് ഇൻ ട്രേഡ്, ദാറ്റ് മീൻസ് സ്റ്റോക്ക് ഇൻ ട്രേഡ് സെയിൽ നടക്കുമ്പോഴായിരിക്കും എന്ത് സംഭവിക്കുന്നത്? സ്റ്റോക്ക് ഇൻ ട്രേഡ് സെയിൽ നടക്കുമ്പോഴായിരിക്കും നമുക്ക് ക്യാപിറ്റൽ അസറ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടോ സെയിൽ നടക്കുമ്പോഴായിരിക്കും നമുക്ക് എന്താണ് ഒരു കൺസിഡറേഷൻ കിട്ടുന്നത്. സോ ദാറ്റ് മീൻസ് നമുക്ക് അഗൈൻ 45 സബ്സെക്ഷൻ 1 ട്രാൻസ്ഫർ നടക്കുന്ന വർഷമാണ്, പ്രീവിയസ് ഇയറിലാണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ അട്രാക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നതിന് അടുത്ത എക്സെപ്ഷൻ ആണ് എന്ത്? കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻ സ്റ്റോക്ക് ഇൻ ട്രേഡ്. സോ ക്യാപിറ്റൽ അസറ്റ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആകുമ്പോൾ എന്ത് നടന്നു കഴിഞ്ഞു? ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞു. ബട്ട് ക്യാപിറ്റൽ ഗെയിൻ എറൈസ്, ട്രാൻസ്ഫർ നടക്കാൻ മീൻസ് ക്യാപിറ്റൽ ഗെയിൻ എറൈസ് ചെയ്യും. ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ എറൈസ് ചെയ്യും. ബട്ട് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ചെയ്യുന്നത് ഏത് വർഷമായിരിക്കും? സോ നമുക്ക് എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ കിട്ടണം. കൺസിഡറേഷൻ കിട്ടണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ സ്റ്റോക്ക് ഇൻ ട്രേഡ് സെയിൽ നടക്കണം. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. സ്റ്റോക്ക് ഇൻ ട്രേഡ് സെയിൽ നടന്നു കഴിഞ്ഞാൽ ക്യാപിറ്റൽ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയി കഴിഞ്ഞാൽ എന്തിന്റെ ഡെഫിനിഷനിൽ നിന്നേ മാറിക്കഴിഞ്ഞു? 2 സബ്സെക്ഷൻ 14 പ്രകാരം സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്തല്ല? ക്യാപിറ്റൽ അസറ്റ് അല്ല, സ്പെസിഫിക്കലി എക്സ്ക്ലൂഡ് ആണ്. സോ സ്റ്റോക്ക് ഇൻ ട്രേഡ് സെയിൽ നടന്നാൽ നമുക്ക് ആക്ച്വലി എവിടെയാണ് വരേണ്ടത്? സെക്ഷൻ 28 പ്രകാരം PGBP-യിലല്ലേ ഇൻകം അട്രാക്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? സോ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. സ്ഥിരം നമുക്ക് എക്സാമിന് ടെസ്റ്റ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ അസറ്റ് ഇൻടു സ്റ്റോക്ക് ഇൻ ട്രേഡ്. Capital asset into stock in trade. Section 45 subsection 2, conversion of capital asset into stock in trade. Okay. So ഇതെന്താണ്? Is a transfer under section 2 subsection 47. 2 subsection 47 പ്രകാരം ഇതൊരു ട്രാൻസ്ഫർ ആണ്. പക്ഷേ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ക്യാപിറ്റൽ ഗെയിൻ arise when assessee converts capital asset into stock in trade. ക്യാപിറ്റൽ അസറ്റ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആക്കുമ്പോഴത്തേക്ക് എന്താണ്? ക്യാപിറ്റൽ ഗെയിൻ എറൈസ് ചെയ്യും. പക്ഷേ ക്യാപിറ്റൽ ഗെയിൻ ഈസ് ടാക്സബിൾ. ക്യാപിറ്റൽ ഗെയിൻ ടാക്സബിൾ in the year in which such stock in trade is sold. So stock in trade സെയിൽ ആണ്. ദെൻ ഇനിയാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് ശ്രദ്ധിക്കേണ്ടത്. സ്റ്റോക്ക് ഇൻ ട്രേഡ് വിറ്റാൽ നമുക്ക് എവിടെയാണ്? PGBP-യിലല്ലേ. ദെൻ സ്റ്റോക്ക് ഇൻ ട്രേഡ് വിറ്റാൽ എന്ത് ക്യാപിറ്റൽ ഗെയിൻ ആണ്? സോ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. in the year of sale of stock in trade.
in the year of sale of stock in trade. Then രണ്ട് കാര്യങ്ങളാണ് നമുക്ക് സ്റ്റോക്ക് ഇൻ ട്രേഡ് വിൽക്കുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഗെയിനും അട്രാക്ട് ചെയ്യണം, PGBP-യിലും വേണം. സ്റ്റോക്ക് ഇൻ ട്രേഡ് ആകുമ്പോഴത്തേക്കും എത്രയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇൻ ദ ഇയർ ഓഫ് സെയിൽ ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് നമുക്ക് എന്താണ് ക്യാപിറ്റൽ ഗെയിനും അട്രാക്ട് ചെയ്യും. Then PGBP, profit and gains of business or profession. So capital gain. So capital gain attract ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാൻ പോവാണ്. എങ്ങനെയാണ്? സോ നമുക്ക് ട്രാൻസ്ഫർ നടക്കുമ്പോൾ ആക്ച്വലി എന്ത് സംഭവിക്കുന്നില്ല, നമുക്ക് ഒരു ഇൻഫ്ലോയും വരുന്നില്ല. ദാറ്റ് മീൻസ് എന്റെ ക്യാപിറ്റൽ അസറ്റ് എങ്ങോട്ട് മാറ്റി, സ്റ്റോക്ക് ഇൻ ട്രേഡിലേക്ക് മാറ്റി. സോ ക്യാപിറ്റൽ അസറ്റ് സ്റ്റോക്ക് ഇൻ ട്രേഡിലേക്ക് മാറ്റുവാണെങ്കിൽ എന്ത് അട്രാക്ട് ചെയ്യും? ട്രാൻസ്ഫർ അട്രാക്ട് ചെയ്യും. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സോ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാനായിട്ട് ഫെയർ മാർക്കറ്റ് വാല്യൂ, ഫുൾ വാല്യൂ കൺസിഡറേഷൻ വേണം അല്ലെ, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ വേണം. സോ അതെന്താണ് എടുക്കുന്നത്? FMV ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. FMV ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. സോ ഇതാണ് ഫുൾ വാല്യൂ കൺസിഡറേഷൻ. ഇതിൽ നിന്ന് എന്ത് കുറയ്ക്കാം? സോ ക്യാപിറ്റൽ അസറ്റ് നമ്മൾ എന്താണ് അക്വയർ ചെയ്തപ്പോൾ നമുക്കൊരു കോസ്റ്റ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഓർ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ. സോ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടോ. സോ ഇവിടെ ആക്ച്വലി ഇൻഫ്ലോ ഒന്നുമില്ല. നമ്മൾ എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്ന ദിവസത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് അസറ്റ്. സോ ട്രാൻസ്ഫർ ചെയ്ത അസറ്റിന്റെ അന്നത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂവിൽ നിന്ന് എന്ത് കുറയ്ക്കും? കോസ്റ്റ് ഓഫ് അക്വസിഷൻ അല്ലെങ്കിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ക്ലിയർ ആണോ പോയിന്റ്? സോ ട്രാൻസ്ഫർ നടക്കുന്ന പ്രീവിയസ് ഇയറിലല്ല, 45 സബ്സെക്ഷൻ 1ന്റെ എക്സെപ്ഷൻ ആണ്. 45 സബ്സെക്ഷൻ 1A പോലെ തന്നെ എക്സെപ്ഷൻ ആണ് 45 സബ്സെക്ഷൻ 2. സോ ഏത് പ്രീവിയസ് ഏത് ഡേറ്റിലാണോ ഫെയർ കൺവേർഷൻ നടക്കുന്നത് അതിൽ നിന്ന് എന്താണ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ അല്ലെങ്കിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ നടക്കുന്നു. പക്ഷേ ടാക്സ് ചെയ്യുന്ന ഏത് ഇയറിലായിരിക്കും ആക്ച്വലി ഇൻഫ്ലോ ഉണ്ടാകുന്ന അല്ലെങ്കിൽ PGBP ആക്ച്വൽ സ്റ്റോക്ക് സെയിൽ നടത്തുന്ന ഇയറിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ അട്രാക്ട് ചെയ്യുന്നത്. സോ ക്യാപിറ്റൽ അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര എന്ന ക്വസ്റ്റ്യൻ വരും. സോ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ട്രാൻസ്ഫർ ഡേറ്റിലെ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് അസറ്റിൽ നിന്ന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലെങ്കിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കുറച്ചിട്ടാണ് എന്ത് കിട്ടുന്നത്? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. Then profit and gains or business or profession. സോ ഉണ്ടോ PGBP-യിൽ നമുക്ക് എന്താണ് സെയിൽ പ്രൈസ്, അതിൽ നിന്ന് ആക്ച്വലി പർച്ചേസ് ചെയ്താണ് കുറയ്ക്കുന്നത്. സോ ഇവിടെ നമുക്ക് അങ്ങനെ കുറയ്ക്കാൻ പറ്റും ബിക്കോസ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ നമ്മൾ കുറച്ച് കഴിഞ്ഞു. സോ PGBP കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് വിറ്റപ്പോൾ കിട്ടിയ കാശ് സെയിൽ പ്രൈസ്, സെയിൽ പ്രൈസിൽ നിന്ന് ഉണ്ടോ കോസ്റ്റ് ഓഫ് അക്വസിഷൻ അല്ലെങ്കിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഒരു കോൺസെപ്റ്റ് എന്തിലില്ല? PGBP-യിലില്ല. സോ നമ്മൾ അതിൽ നിന്ന് എന്താണ് സെയിൽ പ്രൈസിൽ നിന്ന് എന്താണ് ലെസ്, ഇവിടെ അടുത്ത് എന്താണ് ഫെയർ മാർക്കറ്റ് വാല്യൂ FMV of asset, FMV of asset as on date of transfer. So transfer date le FMV കുറച്ച് കഴിഞ്ഞാൽ ഫെയർ മാർക്കറ്റ് വാല്യൂ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻകം അണ്ടർ ദ ഹെഡ് PGBP. ഇൻകം അണ്ടർ ദ ഹെഡ് PGBP. ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് ബുക്സിൽ കീപ്പ് ചെയ്തിരിക്കുന്ന വാല്യൂ അല്ല. ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ വാല്യൂവിനെ കുറിച്ചല്ല പറയുന്നത്. സോ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കീപ്പ് ചെയ്യും. നമ്മുടെ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന വാല്യൂ അല്ല നമുക്ക് വേണ്ടത്. ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഡിവൈഡഡ് ബൈ ലെസ് കോസ്റ്റ് ഓർ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ് ക്യാപിറ്റൽ ഗെയിൻ. ദെൻ എന്താണ് ഇവിടെ ഇൻഡെക്സേഷൻ എന്ന് പറയുന്ന ബെനിഫിറ്റ് എന്തിലില്ല? PGBP-യിലില്ല. സെയിൽ പ്രൈസ് ഉണ്ടോ വിറ്റപ്പോൾ കിട്ടിയ കാശിൽ നിന്ന് എന്ത് കുറച്ചോ? ഫെയർ മാർക്കറ്റ് വാല്യൂ. ബിക്കോസ് ഓൾറെഡി ഈ ഡിഫറൻസ് ആണ് നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. ദെൻ ഇതെടുക്കാൻ മീൻസ് എന്താണ് വേറെ ബെനിഫിറ്റ്, അതായത് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല. സെയിൽ പ്രൈസിൽ നിന്ന് എന്ത് കുറച്ചോ? ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ കുറച്ചോ ആ മിച്ചം കിട്ടുന്ന എന്തായിരിക്കും? PGBP ആയിരിക്കും. സോ ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ മൈനസ് കോസ്റ്റ് ഓർ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ക്യാപിറ്റൽ ഗെയിൻ. ദെൻ സെയിൽ പ്രൈസ് വിറ്റ വാല്യൂവിൽ നിന്ന് ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? PGBP. രണ്ടും ഉണ്ടോ PGBP ഏത് പ്രീവിയസ് ഇയറിലാണോ ഇത് രണ്ടും കൂടെ എന്താണ്
ഏത് പ്രീവിയസ് ഇയറിലാണോ ആക്ച്വലി സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്താണ് സെയിൽ നടത്തി ഈ ഇൻകം ഉണ്ടാകുന്ന PGP ഇൻകം ആ പ്രീവിയസ് ഇയറിൽ രണ്ടും കൂടെ ടാക്സ് ചെയ്യും. ക്ലിയർ ആണോ? രണ്ടും സെക്ഷൻ അത്ര വെയിറ്റേജ് ഇല്ല. 45 subsection 2 transfer of securities held in demat form. Capital gain is chargeable in the hands of beneficial owner of securities held in demat form. So, for the purpose of computing capital gain, cost of acquisition and period of holding determined on the basis of FIFO method. Then, under FIFO method, date of entry in demat accounts is considered and not the date of purchase of security physical form. Okay, just okay, check. Then, next one. Transfer of capital asset by a partner to firm or member to AOP or BOI. Okay. So, ഒരു capital asset ഒന്നുകിൽ partner. So, partner to firm. So, partner firmലേക്ക് capital asset transfer ചെയ്യാണ്. അല്ലെങ്കിൽ member എന്താണ് AOP-ലേക്കോ BOI-ലേക്കോ ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാം. ഷാൽ ബി ട്രീറ്റഡ് ആസ് ട്രാൻസ്ഫർ ടാക്സബിൾ ഇൻ ദ ഇയർ ഓഫ് ട്രാൻസ്ഫർ. ക്യാപിറ്റൽ ഗെയിൻ ഈസ് ആപ്ലിക്കബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് പാർട്ട്ണർ ഓർ മെമ്പർ. സോ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻ നോർമലി നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ലെസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലെങ്കിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഈ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഏതെടുക്കുന്നതാണ് എമൗണ്ട് റെക്കോർഡഡ് ഇൻ ബുക്സ് ഓഫ്. ഇവിടെ നമ്മൾ എമൗണ്ട് റെക്കോർഡഡ് ഇൻ ബുക്സ് ഓഫ് ദ ഫേം, എമൗണ്ട് റെക്കോർഡഡ് ഇൻ ബുക്സ്. സോ ഇതിൽ നിന്നാണ് എന്ത് കുറയ്ക്കുന്നത്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓർ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കുറയ്ക്കുന്നത്. FMV of such asset is irrelevant. So fair market value അല്ല എടുക്കുന്നത്. സോ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വാല്യൂ ആണോ എടുക്കുന്നത് ആ വാല്യൂ ആയിരിക്കും എടുക്കുന്നത്. ക്യാപിറ്റൽ അസറ്റിന്റെ കോൺട്രിബ്യൂഷന്റെ കേസിൽ ഫുൾ വാല്യൂ കൺസിഡർ. സോ അസറ്റ് ബുക്കിലേക്ക് കൊണ്ടുവന്നു. ദാറ്റ് മീൻസ് 50,000 എന്നാണ് ബുക്കിൽ എൻട്രി ചെയ്യുന്നതെങ്കിൽ അതായിരിക്കും ഫുൾ വാല്യൂ കൺസിഡറേഷൻ എടുക്കുന്നത്. ബിക്കോസ് അതിന്റെ പുറത്താണ് അവർക്ക് 40B ഇൻട്രസ്റ്റ് കിട്ടും. നമ്മൾ PGBP ഡിസ്കസ് ചെയ്ത 40B പ്രകാരമുള്ള ഇൻട്രസ്റ്റും റെമ്യൂണറേഷനും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു കോൺട്രിബ്യൂഷന്റെ പുറത്തായിരിക്കും. സോ ദാറ്റ് മീൻസ് ബുക്സിൽ എന്താണോ എൻട്രി ചെയ്തത് അതായിരിക്കും എടുക്കുന്നത്. ഫെയർ മാർക്കറ്റ് വാല്യൂ കൺസിഡർ ചെയ്യില്ല ഈ കേസിൽ. ഏത് പാർട്ട്ണർ ഫേമിലേക്ക് അസറ്റ് കൊണ്ടുവന്നാൽ. സോ 45 subsection 4 പറയുന്നത് നേരെ തിരിച്ചു. സോ ഫേം പാർട്ട്ണർ മെമ്പേഴ്സിനെ കൊടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻ ഈസ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഫേം ഓർ AOP BOI. സോ അവിടെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ലെസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓർ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇവിടെ ശ്രദ്ധിക്കുന്നതാണ് ഫുൾ വാല്യൂ കൺസിഡറേഷൻ എടുക്കുന്നത് എന്താണ്? ബുക്സിലെ അല്ല. FMV ആസ് ഓൺ ട്രാൻസ്ഫർ ഡേറ്റിലെ FMV ആണ് എന്തെടുക്കുന്നത്? ഫുൾ വാല്യൂ കൺസിഡറേഷൻ ആയിട്ട് എടുക്കുന്നത്. അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലെങ്കിൽ ലോങ് ടൈം ആണെങ്കിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ ഗെയിൻ. Next one, important section, most important section. Section 45 subsection 5, capital gain on transfer by way of compulsory acquisition. Compulsory acquisition. Okay, so very, very important. So section 45 subsection 5, compensation on compulsory acquisition under any law. No, compensation on compulsory acquisition of capital asset under law. Okay. So ഏതെങ്കിലും ഒരു ലോ പ്രകാരം എന്താണ് ക്യാപിറ്റൽ അസറ്റ് എന്താണ് കമ്പൽസറി അക്വയർ ചെയ്യുകയാണെങ്കിലുള്ള ട്രീറ്റ്മെന്റ് ആണ് എന്തിൽ പറയുന്നത്?
45 subsection 5. So most important section 10. ശ്രദ്ധിക്കാം. നമുക്ക് സോ അക്വയർ ചെയ്യുമ്പോൾ കമ്പൽസറി ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു ലോ പ്രകാരം ഗവൺമെന്റ് കമ്പൽസറി അക്വയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും നമുക്ക് അവർ പറയുന്നത് പോലെ അക്വയർ ചെയ്ത വർഷം തന്നെ ആയിരിക്കില്ല നമുക്ക് കോമ്പൻസേഷൻ കിട്ടുന്നത്. നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം പോലെ തന്നെ സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുക 45 സബ്സെക്ഷൻ 1A, 45 സബ്സെക്ഷൻ 2, ദെൻ മേജർ ആയിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന 45 സബ്സെക്ഷൻ 5 എല്ലാം എന്താണ് 45 സബ്സെക്ഷൻ ജനറൽ റൂളിന് എക്സെപ്ഷണൽ കേസാണ്. സോ ദാറ്റ് മീൻസ് കമ്പൽസറി അക്വയർ ചെയ്യുമ്പോൾ എന്താവും ട്രാൻസ്ഫർ ആവും. ബട്ട് ആക്ച്വലി കോമ്പൻസേഷൻ കിട്ടുമ്പോഴേ എന്ത് അട്രാക്ട് ചെയ്യുള്ളൂ, ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട് ചെയ്യുള്ളൂ. സോ സംടൈംസ് നമുക്ക് എന്താണ് ഇനീഷ്യൽ കോമ്പൻസേഷൻ സോ ഇനീഷ്യൽ കോമ്പൻസേഷൻ കിട്ടുന്നു. സോ ഇനീഷ്യൽ കോമ്പൻസേഷൻ കിട്ടുക മീൻസ് എന്താണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. സോ അതിൽ നിന്ന് അതെന്തായിരിക്കും ഇനീഷ്യൽ കോമ്പൻസേഷൻ. സോ കോമ്പൻസേഷൻ കമ്പൽസറി അക്വയർ ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൻസേഷൻ ആയിരിക്കും എന്ത് ഫുൾ വാല്യൂ കൺസിഡറേഷൻ. സോ ഇതിൽ നിന്ന് ഇത് ഈ കൺസിഡറേഷൻ മൊത്തം ഈ കിട്ടിയ കോമ്പൻസേഷൻ മൊത്തം ക്യാപിറ്റൽ അസറ്റ് ആക്കാൻ പറ്റുമോ? ഇല്ല. എന്ത് കുറയ്ക്കാൻ നമുക്ക് പ്ലസ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഓർ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ. ദെൻ എന്താണ് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്സ് ഓർ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത്. സോ ഇത് രണ്ടും ഇതാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ട് കിട്ടുന്നതായിരിക്കും എന്താ ഒന്നുകിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ്. സോ എന്തെങ്കിലും അനുസരിച്ച് എന്റെ ഒരു ക്യാപിറ്റൽ അസറ്റ് കമ്പൽസറി അക്വയർ ചെയ്ത് പോകുവാണെങ്കിൽ കോമ്പൻസേഷൻ കിട്ടുന്നത് ആയിരിക്കും എന്ത് എന്റെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ലെസ് അതിൽ നിന്ന് എനിക്ക് എന്ത് കുറയ്ക്കാം കോസ്റ്റ് ഓഫ് അക്വസിഷൻ കുറയ്ക്കാം. ഷോർട്ട് ടൈം ആണെങ്കിൽ ലോങ് ടൈം ആണെങ്കിൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കൂടെ അവൈലബിൾ ആണ്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഇംപ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഇംപ്രൂവ്മെന്റ്സ്, ദെൻ ലോങ് ടൈം അസറ്റ് ആണെങ്കിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്. ഓക്കെ ആണോ? അത് കുറച്ച് കഴിഞ്ഞ് കിട്ടുന്നതായിരിക്കും എന്ത് ക്യാപിറ്റൽ ഗെയിൻ. സോ നോർമലി ഇങ്ങനെ കമ്പൽസറി അക്വയർ ചെയ്യുമ്പോഴെല്ലാം എന്തായിരിക്കും അസസി അല്ലെങ്കിൽ ആ പറയുന്ന അതിന്റെ ഓണർ ഇനീഷ്യൽ കോമ്പൻസേഷനകത്ത് തൃപ്തിപ്പെടാറില്ല. അവരെന്ത് പറയും സോ എനിക്ക് കിട്ടിയത് കുറവാണ്. സോ ഒരു കേസിന് പോയി എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ കിട്ടിയാൽ സോ ഒരു കോർട്ട് ഓർഡർ ഒക്കെ ആയിട്ട് ഒരു എൻഹാൻസ്ഡ് സോ ഇവരുടെ ആർഗ്യുമെന്റ് കറക്റ്റ് ആണ്. സോ ഇത്രയും കോമ്പൻസേഷൻ കൊടുത്താൽ പോരാ. അതിനുശേഷം ഒരു എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ കിട്ടുവാണെങ്കിൽ സോ എന്ത് ചെയ്യും അവിടെ ഫുൾ വാല്യൂ ഓഫ് ഓൾറെഡി കൺസിഡറേഷൻ നമുക്ക് എന്താണ് ഇനീഷ്യൽ കോമ്പൻസേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇതിനകത്ത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്തായിരിക്കും എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ കിട്ടിയത് ലെസ്. സോ എന്താണ് നമുക്ക് ഈ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ എന്തായിരിക്കും ലീഗൽ ചാർജസ് ലിറ്റിഗേഷന് സോ കേസിനൊക്കെ പോയിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് എന്ത് കുറയ്ക്കാം ഇത് കിട്ടാൻ വേണ്ടി ലിറ്റിഗേഷൻ ചാർജസ് സോ വക്കീലിന് കൊടുത്ത ഫീസ് ഒക്കെ കുറയ്ക്കാം. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഓൾറെഡി നമ്മുടെ എന്താണ് ഇനീഷ്യൽ കോമ്പൻസേഷൻ കിട്ടിയപ്പോൾ തന്നെ നമ്മൾ എന്ത് കുറച്ചു കഴിഞ്ഞു കോസ്റ്റ് ഓഫ് അക്വസിഷൻ അല്ലെ. സോ ഞാൻ അക്വയർ ചെയ്തപ്പോൾ എനിക്കുണ്ടായ കോസ്റ്റ് അതിന്റെ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടെ കുറച്ച് കഴിഞ്ഞു. ദെൻ ഇനി എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ കിട്ടുമ്പോൾ ഇത് വീണ്ടും കുറയ്ക്കാൻ പറ്റുമോ? അതില്ല. നിങ്ങൾ ഓൾറെഡി എന്താണ് ഇനിഷ്യൽ കോമ്പൻസേഷൻ കിട്ടിയപ്പോൾ കോസ്റ്റ് ഓഫ് അക്വസിഷൻ അല്ലെങ്കിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ അതിന്റെ ഇംപ്രൂവ്മെന്റ്സ് ക്യാപിറ്റൽ അസറ്റിന്റെ പുറത്തുള്ള എല്ലാം കുറച്ച് കഴിഞ്ഞു. ദെൻ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ കിട്ടുമ്പോൾ പിന്നെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ രണ്ട് തവണ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടൂല. നിങ്ങൾക്ക് ഒരേ ഒരു കാര്യം കുറയ്ക്കാവുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ലിറ്റിഗേഷൻ എക്സ്പെൻസ് സോ കേസിന് പോയിട്ട് ലീഗൽ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ അത് കുറച്ചോ. ബിക്കോസ് ഇത് കിട്ടാൻ വേണ്ടി എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടി മാത്രം നിങ്ങൾ ചെലവാക്കിയതാണ് ഇത്. ബട്ട് അതിനകത്ത് കൊണ്ട് ലെസ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ എന്ന് പറയരുത്. അതെന്തായിരിക്കും നില്ലായിരിക്കും. Therefore എന്തായിരിക്കും കോസ്റ്റ് ഓഫ് അക്വസിഷൻ 2 തവണ കുറയ്ക്കാൻ പറ്റില്ല. ഓൾറെഡി നിങ്ങൾ ഇനിഷ്യൽ കോമ്പൻസേഷനിൽ കുറച്ച് കഴിഞ്ഞല്ലോ. ഇനി നിങ്ങൾ എൻഹാൻസ്ഡ് കോമ്പൻസേഷനിൽ എന്ത് ചോദിച്ചു വരരുത് കോസ്റ്റ് ഓഫ് അക്വസിഷനും കൂടെ ഞാൻ കുറച്ചോട്ടെ വീണ്ടും. പിന്നെ നിങ്ങൾക്ക് ആക്ച്വലി കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഉണ്ടോ? നിങ്ങൾ ഓൾറെഡി അത് കുറച്ചിട്ടാണ് ഈ പറഞ്ഞ ക്യാപിറ്റൽ ഗെയിൻ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇനിഷ്യൽ കോമ്പൻസേഷന്റെ കേസിൽ.
then enhanced compensation case എന്ത് മാത്രമേ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ? litigation charges ഉണ്ടെങ്കിൽ അത് മാത്രം കുറച്ച് കിട്ടുന്ന എന്തായിരിക്കും? capital gain. short term capital gain അല്ലെങ്കിൽ long term capital gain. so original initial compensation long term ആണെങ്കിൽ enhanced compensation എന്തായിരിക്കും? obviously long term ആയിരിക്കും. then ഇവിടെ അടുത്തൊരു പോയിന്റ് സ്റ്റാർട്ട് എഴുതുക. capital gain will taxed in the year of receipt of compensation. capital gain will taxed in the year of receipt of compensation. So ഏത് ഇയറിലാണോ കോമ്പൻസേഷൻ ഉണ്ടോ? അഗൈൻ 45 സബ്സെക്ഷൻ 1 എന്താണ് ജനറൽ സെക്ഷൻ എന്താ ജനറൽ സെക്ഷൻ എന്താണ് എക്സെപ്ഷണൽ കേസ് ആണ് 45 സബ്സെക്ഷൻ 5. സോ ദാറ്റ് മീൻസ് നോ. സോ കമ്പൽസറി അക്വയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? ആക്ച്വലി ട്രാൻസ്ഫർ ടുക്ക് പ്ലേസ്. സോ ആ പ്രീവിയസ് ഇയർ ആകണം എന്നില്ല ഇനിഷ്യൽ കോമ്പൻസേഷനോ എൻഹാൻസ്ഡ് കോമ്പൻസേഷനോ കിട്ടുന്നത്. സോ എൻഹാൻസ്ഡ് കോമ്പൻസേഷനോ ഇനിഷ്യൽ കോമ്പൻസേഷനോ ഏത് പ്രീവിയസ് ഇയറിലാണോ കിട്ടുന്നത് ആ പ്രീവിയസ് ഇയറിലെ എന്ത് ടാക്സ് ചെയ്യുള്ളൂ? ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ അട്രാക്ട് ചെയ്യുള്ളൂ. അഗൈൻ 45 സബ്സെക്ഷൻ 1 എന്ന് പറയുന്ന ബേസിക് അല്ലെങ്കിൽ ജനറൽ സെക്ഷന് എക്സെപ്ഷണൽ കേസ് ആണ് എന്ത് വരുന്നത്? 45 സബ്സെക്ഷൻ 5. നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ കോമ്പൻസേഷൻ കിട്ടുന്ന പറഞ്ഞു. നെക്സ്റ്റ് ഇതിനകത്ത് 45 സബ്സെക്ഷൻ 5 അറിഞ്ഞിരിക്കേണ്ട ഒരു കേസാണ് കോമ്പൻസേഷൻ റിസീവ്ഡ് ഇൻ ഇൻസ്റ്റാൾമെന്റ്സ്. കോമ്പൻസേഷൻ received in installments. So compensation received in installments. That means നോക്ക രണ്ട് type of compensation ആണ് വരുന്നത്. Initial compensation. Initial compensation. Then enhanced compensation. So initial compensation കേസിൽ so that means നമ്മൾ എന്താണ് കോമ്പൻസേഷൻ നമുക്ക് എന്താണ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇത് കിട്ടുന്ന എന്താണ് ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടാണ്. സോ പല പല ഇയറിലായിരിക്കാം ഇൻസ്റ്റാൾമെന്റ്സ് കിട്ടുന്നത്. ദെൻ ഇനീഷ്യൽ കോമ്പൻസേഷന്റെ കേസിലാണെങ്കിൽ ടാക്സബിൾ 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 ഇൻ ദ ഇയർ in which first installment is received. So initial compensation installments ആയിട്ടാണെങ്കിലും എന്നാണോ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് റിസീവ് ചെയ്യുന്നത് ആ വർഷം തന്നെ എന്ത് ചെയ്യും? ഫുള്ളി ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ടാക്സ് ചെയ്യും. സോ ടാക്സ് ഇനീഷ്യൽ കോമ്പൻ ദാറ്റ് മീൻസ് പക്ക എമൗണ്ട് നമുക്കറിയാം. ബട്ട് ഇത് കിട്ടുന്നത് ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടാണ്, ഒറ്റയടിക്ക് കിട്ടുമല്ല. സോ എന്നാണോ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് റിസീവ് ചെയ്യുന്നത് ആ ഇയറിൽ എന്ത് ചെയ്യും? ആ പ്രീവിയസ് ഇയറിൽ എന്ത് ചെയ്യും? ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ഫുള്ള് ടാക്സ് ചെയ്യും. ദെൻ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ആണെങ്കിൽ സോ ഇതെന്താണ്? കോമ്പൻസേഷൻ ഇനീഷ്യൽ കോമ്പൻസേഷൻ പോരാ, ഐ എം എലിജിബിൾ ഫോർ എന്ന് പറഞ്ഞ അസസി കേസിനൊക്കെ പോയിട്ട് കിട്ടുന്നതാണ്. സോ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ കിട്ടിയാൽ മാത്രമേ ടാക്സ്, ബിക്കോസ് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ കേസിന് പോയി കിട്ടുന്നതാണ്. സോ അതോറിറ്റിയിൽ നിന്ന് അത് വാങ്ങിച്ചെടുക്കുക എന്ന് പറയുന്നത്. സോ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ്? വേറെ ഒന്നും കുറയ്ക്കാൻ പറ്റില്ല, ലിറ്റിഗേഷൻ എക്സ്പെൻസ് മാത്രം കുറച്ച് നേരെ ടാക്സ് ചെയ്യാം. ടാക്സബിൾ 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 as and when received, as and when received. So that means എന്താണ്? എന്നാണോ റിസീവ് ചെയ്യുന്നത് ആ പ്രീവിയസ് ഇയറിൽ കിട്ടുമ്പോൾ എന്ത് ചെയ്തോ? ടാക്സ് ചെയ്തോ. അല്ലാണ്ട് ഇന്നത് കിട്ടും എന്ന് പറഞ്ഞ് നേരത്തെ ടാക്സ് ചെയ്യേണ്ട. എന്താണ്? ഇനീഷ്യൽ കോമ്പൻസേഷൻ പോലെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റിൽ വേണ്ട, എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ഏതൊക്കെ ഇൻസ്റ്റാൾമെന്റ് ഏതൊക്കെ ഇയറിലാണ് കിട്ടുന്ന പ്രീവിയസ് ഇയറിൽ ടാക്സ് ചെയ്ത് പോയാൽ മതി. ബിക്കോസ് എന്ത് കുറയ്ക്കാനില്ല, കിട്ടുന്ന അത് അതേപോലെ തന്നെ ടാക്സബിൾ ആണ്. ആ കൂടെ എന്താണ് ലിറ്റിഗേഷൻ എക്സ്പെൻഡിച്ചർ കുറച്ചിട്ടില്ലെങ്കിൽ കുറയ്ക്കാം. ശ്രദ്ധിക്കാം ഒരു പോയിന്റ്, എൻഹാൻസ്ഡ് കോമ്പൻസേഷനിൽ ഒരു പോയിന്റ് ഉണ്ട്. ഇഫ് എനി enhanced compensation, if any enhanced compensation is received
is received. Enhanced compensation is received due to any interim order. Due to any interim order. So underline the word interim order. So ഏതെങ്കിലും interim order അനുസരിച്ചിട്ടാണ് enhanced compensation കിട്ടുന്നത് of any court. Of any court. Then such compensation shall not be taxable in the year of receipt. In the year of receipt, but shall be taxable in the year in which final order is passed. Final order is passed by such court. By such court or authority. No. So that means no. എനിക്കൊരു ഇനീഷ്യൽ കോമ്പൻസേഷൻ കിട്ടി. ഞാൻ നേരെ എന്ത് വേണം, അത് വളരെ കുറവാന്ന് പറഞ്ഞ് കോടതിയിലോട്ട് പോയി. സോ കോടതി പറയണം, ഒറ്റ നോട്ടത്തിൽ പറയാണ് ശരിയാണ്, ഇയാൾക്ക് എന്താണ് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ എലിജിബിൾ ആണ്. നിങ്ങൾ ഉടനടി ഇന്ററിം ഓർഡർ പാസ് ഉടനടി ഒരു 5 lakh rupees സോ റിലീസ് ചെയ്യണം. ദാറ്റ് മീൻസ് അത്രയും വാല്യൂ ഉള്ള അസറ്റ് ആണ് നിങ്ങൾ കമ്പൽസറി അക്വയർ ചെയ്തിരിക്കും. നിങ്ങൾ കൊടുത്തത് തീരെ കുറവാണ്. സോ ഉടനടി എന്താണ് അയാൾക്ക് ഈ ക്യാപിറ്റൽ അസറ്റിന് അഗേൻസ്റ്റ് ആയിട്ട് എന്താണ് ഒരു എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ എന്ന രീതിയിൽ ഒരു ഇന്ററിം ഓർഡർ ഉടനടി എത്ര കൊടുക്കണം. സോ അതിപ്പോ എന്താണ് ഉടനെ കിട്ടിയാൽ ആ പ്രീവിയസ് ഇയറിൽ ടാക്സ് ചെയ്യൂല. എന്നാണോ ഫൈനൽ ഓർഡർ, ദാറ്റ് മീൻസ് എക്സാക്ട്ലി എത്രയാണോ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ കിട്ടുന്നത് എന്ന് പാസ് ചെയ്യുന്ന ഏത് ഇയറിലാണോ ആ ഇയറിലായിരിക്കും എന്ത് ചെയ്യുന്നത് കംപ്ലീറ്റ് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ടാക്സ് ചെയ്യുന്നതെന്ന് അല്ലെ. സോ ജസ്റ്റ് ഇത് പറയുകയാണെങ്കിൽ ഒരു ഇനീഷ്യൽ കോമ്പൻസേഷൻ ആയിട്ട് ഒരു കമ്പൽസറി അക്വസിഷൻ ആയിട്ട് 10 lakh കൊടുത്തു. സോ അവർ പറയുമ്പോഴത്തേക്കും ഒറ്റ എന്താണ് ഇതിന് പോയി എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ കോർട്ട് നോക്കുമ്പോൾ പറയണം ഒറ്റയടിക്ക് ഇതിന് 25 lakh വാല്യൂ ഉണ്ടല്ലോ. സോ നിങ്ങൾ ഉടനടി നിങ്ങൾ 10 lakh ഇട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഉടനടി നിങ്ങൾ എന്താണ് ഒരു 5 lakhs ഇയാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇന്ററിം ഓർഡർ ഇടും. ദാറ്റ് മീൻസ് എന്താണ് ബട്ട് എന്നിട്ട് എന്താണ് വാല്യുവേഷൻ കഴിഞ്ഞിട്ട് എക്സാക്ട് വാല്യൂ പറയാന്ന് പറയും. സോ ഈ 5 lakh കിട്ടുന്ന വർഷം എന്താണ് ടാക്സ് ചെയ്യത്തില്ല. എന്നാണോ ഫൈനൽ ഓർഡർ വരുന്നത് ആ ഇയറിൽ നിന്നാണ് ഫുൾ ആയിട്ട് ടാക്സ് ചെയ്യുന്നത്. സോ 45 subsection 1 എക്സെപ്ഷൻ കേസാണ്. ഇന്ന് നമുക്കൊന്ന് സമപ്പ് ചെയ്യാം. 45 subsection 5 enhanced compensation on compulsory acquisition of capital asset under the law. സോ ഇനീഷ്യൽ കോമ്പൻസേഷൻ കിട്ടുവാണെങ്കിൽ കോമ്പൻസേഷനിൽ നിന്ന് എന്താണ് അക്വസിഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ്. എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ആണെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വസിഷൻ കുറയ്ക്കാൻ പറ്റില്ല, ആ കൂടെ ലിറ്റിഗേഷൻ ചാർജ്. സോ രണ്ട് കേസിൽ എന്താണ് റെസീറ്റ് ചെയ്യുന്ന വർഷമാണ്, റെസീറ്റ് ഏത് വർഷമാണോ ആ വർഷമാണ് ടാക്സ് ചെയ്യുന്നത്. ദെൻ കോമ്പൻസേഷൻ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണെങ്കിൽ ഇനീഷ്യൽ കോമ്പൻസേഷൻ ആണെങ്കിൽ എന്താണ് നമുക്ക് ഫണ്ട് അറിയാം, ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കിട്ടുമ്പോൾ തന്നെ എന്താണ് ടാക്സ് ചെയ്യും. ബട്ട് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ആണെങ്കിൽ ഏത് പ്രീവിയസ് ഇയറിലാണ് കിട്ടുന്നത് ഇൻസ്റ്റാൾമെന്റ്സ് കിട്ടുന്ന ആ പ്രീവിയസ് ഇയറിൽ കിട്ടുമ്പോൾ ടാക്സ് ചെയ്യും. ദെൻ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ഇന്ററിം ഓർഡറിലൂടെ ഒരു പോർഷൻ മാത്രമാണ്. ഇന്ററിം ഓർഡർ ഇൻ ദ സെൻസ് എന്താണ് ഒരു പോർഷൻ ഫുൾ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ആയിട്ടില്ല, പെട്ടെന്ന് എസ്എസ്സിക്ക് റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞ ഓർഡർ ഇറക്കാണ്. സോ ആ പ്രീവിയസ് ഇയറിൽ ടാക്സ് ചെയ്യത്തില്ല. എന്നാണോ ഫൈനൽ ഓർഡർ വരുന്നത് ആ ഇയറിലെ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുള്ളൂ എന്നാണ് സെക്ഷൻ 45 subsection 5 പറയുന്നത്. ഇവിടെയും ട്രാൻസ്ഫർ ടുക്ക് പ്ലേസ് ചെയ്യുന്ന എപ്പോഴാണ്, എന്നാണോ കമ്പൽസറി അക്വയർ ചെയ്യുന്ന ആ പ്രീവിയസ് ഇയറിലാണ് ട്രാൻസ്ഫർ നടക്കുന്നത്. ബട്ട് ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ എന്നേ വരത്തുള്ളൂ എന്നാണോ കോമ്പൻസേഷൻ കിട്ടുന്നത് ഇൻ ദ ഇയർ ഓഫ് റെസീറ്റ് ഓഫ് കോമ്പൻസേഷൻ വിൽ ബി ടാക്സ്ഡ്. ദാറ്റ് മീൻസ് അഗൈൻ 45 subsection 1 എക്സെപ്ഷൻ ആണ്. എന്ത് 45 subsection 1A, 45 subsection 2 ഇപ്പൊ ഡിസ്കസ് ചെയ്ത 45 subsection 5. നെക്സ്റ്റ് വൺ 45 subsection 5. 45 subsection 5A. Capital gain on joint development agreement. Capital gain on joint development agreement. So ഇവിടെ ശ്രദ്ധിക്കാം. സോ ഈ പറയുന്ന ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട് ചെയ്യുന്ന രണ്ട് ആൾക്കാർക്കാണ്, ഇൻഡിവിജ്വലിനും HUF-നുമാണ്.
ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ലാൻഡ് ഓർ ബിൽഡിംഗ് ഓർ ബോത്ത് അണ്ടർ എ സ്പെസിഫൈഡ് എഗ്രിമെന്റ് ടു അനദർ പേഴ്സൺ. സോ എന്താണ് സ്പെസിഫൈഡ് എഗ്രിമെന്റ്? Specified agreement means a registered agreement in which person owning land or building or both agrees to allow other person to develop a real estate project on such land or building or both in consideration of share being land or building or both in such project whether with or without payment of part in consideration in cash. So that means ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ 45 സബ്സെക്ഷൻ 5. സോ എനിക്കൊരു ലാൻഡ് ഉണ്ട്, ഒരു 5 acres ലാൻഡ് ഉണ്ടെന്ന് വിചാരിക്കാം. സോ അതൊരു ബിൽഡർക്ക് ഞാൻ എന്താണ് ജോയിന്റ് ഡെവലപ്മെന്റ് എഗ്രിമെന്റ് വെച്ച് കൊടുക്കുകയാണ്. സോ അതിനകത്ത് പറയാണ്, സോ അതിനകത്ത് എന്താണ് ഒരു ഫ്ലാറ്റ് സമുച്ചയ പണിയാണ്. സോ ഫ്ലാറ്റ് പണിയാണ്, പ്ലസ് അതിനകത്ത് വേണ്ട അമ്യൂണിറ്റീസ്, വേണ്ട സർവീസസ് എന്തൊക്കെയാണോ അതെല്ലാം കൂടെ, ജിമ്മ് എന്ന് വേണ്ട, പൂള്, അങ്ങനെയുള്ള എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു ഇത് പ്രോജക്റ്റ് അവർ സ്റ്റാർട്ട് ചെയ്യുവാണ്. ദെൻ ഇതിന് അഗൈൻസ്റ്റ് ആയിട്ട്, സോ ഞാൻ ജോയിന്റ് ഡെവലപ്മെന്റ് ആയിട്ട് എന്താണ് എന്റെ കയ്യിലുള്ള, സോ ദാറ്റ് മീൻസ് ആണ് ഇൻഡിവിജ്വലിന് HOF മാത്രമാണ് ഇത് ആപ്ലിക്കബിൾ ആണ്. സോ എന്റെ കയ്യിലുള്ള ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിംഗ് എന്താണെന്ന് കൊടുത്തു. സോ അവിടെ അവർ ഡെവലപ്പ് ചെയ്തിട്ട് ഞാൻ എന്ത് പറയും, ഇത് കഴിയുമ്പോൾ എനിക്ക് 3 ഫ്ലാറ്റ് അല്ലെങ്കിൽ 2 ഫ്ലാറ്റ് പ്ലസ് ഇത്ര ക്യാഷ് എനിക്ക് തരാമെന്ന് അവർ പറയുന്നു. സോ അതാണ് എനിക്ക് കിട്ടുന്ന കൺസിഡറേഷൻ. സോ ഈ എഗ്രിമെന്റ് ആണ് എന്ത് പറയുന്നത്, സ്പെസിഫൈഡ് എഗ്രിമെന്റ് അല്ലെങ്കിൽ ജോയിന്റ് ഡെവലപ്മെന്റ് എഗ്രിമെന്റ്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടോ ഇവിടെ. സോ നോർമലി കണ്ടോ ട്രാൻസ്ഫർ നടക്കുന്ന എന്താണ്, എന്റെ ക്യാപിറ്റൽ അസറ്റ്, എന്റെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ജോയിന്റ് ഡെവലപ്മെന്റ് എഗ്രിമെന്റിലേക്ക്, ദാറ്റ് മീൻസ് അതർ പാർട്ടിക്ക് ഞാൻ ട്രാൻസ്ഫർ കൊടുക്കുമ്പോൾ പൊസഷൻ took place in the year in which possession of all property transferred. So possession ആർക്ക് കൊടുത്തു, ജോയിന്റ് ഡെവലപ്മെന്റ് എഗ്രിമെന്റിലേക്ക് കൊടുക്കുന്ന ആ ഇയറിൽ നമുക്ക് എന്ത് പറയാം, ട്രാൻസ്ഫർ നടന്നു. ബട്ട് ആ ഇയറിൽ എനിക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഞാൻ ജോയിന്റ് ഡെവലപ്മെന്റ് എഗ്രിമെന്റ്, സോ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ എഗ്രിമെന്റ് വെച്ച് കൊടുക്കുകയാണ്. സോ അവിടെ എന്താണ്, അവിടെ ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് പ്രോജക്ട് അത് വന്നു കഴിഞ്ഞതിന് ശേഷമേ എനിക്ക് എന്ത് കിട്ടുള്ളൂ, ഒരു കൺസിഡറേഷൻ കിട്ടുള്ളൂ. ദെൻ ടാക്സബിലിറ്റി. സോ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇയർ ഇൻ വിച്ച് certificate of completion for the whole or part of the project is issued by competent authority. Competent authority എന്ത് ചെയ്യണം, സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ കൊടുക്കണം, ഒന്നുകിൽ മൊത്തമായിട്ടോ അല്ലെങ്കിൽ പാർട്ടായിട്ടോ. സോ ദാറ്റ് മീൻസ് 50 ഫ്ലാറ്റ്സ് ആണ് പണിയുന്നത്, 50 ഫ്ലാറ്റ് ആണ് ഉണ്ടാകുന്നത്. സോ അതിനകത്ത് ഒരു 40 അല്ലെങ്കിൽ 25 പണിഞ്ഞു, അത്രയും എന്ത് ചെയ്തു, പാർട്ട് ഓഫ് ദ പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്തു. അതിലെ 3 അല്ലെങ്കിൽ 2 കൊടുത്താലും എന്താണ്, ആ പണിഞ്ഞു കഴിഞ്ഞിടത്തോളം എന്ത് ചെയ്തു, കോമ്പീറ്റന്റ് അതോറിറ്റി അത് എന്ത് ചെയ്തു, സർട്ടിഫൈ ചെയ്താൽ നമുക്ക് എന്താവും, ആ ഇയറിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യുന്നത്. സോ നമുക്ക് എപ്പോഴും എന്താ ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട് ചെയ്യാൻ മീൻസ് എന്തുണ്ടാവണം, ഒരു കൺസിഡറേഷൻ, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. സോ എന്താണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഓൺ ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ of his share in the project. No. So stamp duty value as on the date of certificate of completion plus എന്തെങ്കിലും ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതാണ് ഇവിടെ പറയുന്നത് പേയ്മെന്റ് പാർട്ട് ഓഫ് ദ കൺസിഡറേഷൻ. സോ മൊത്തം ക്യാഷ് ആയിട്ട് കൊടുക്കില്ല. സോ 2 ഫ്ലാറ്റ് പ്ലസ് ഒരു 1 lakh rupees അല്ലെങ്കിൽ 5 lakh rupees അങ്ങനെയാണ് നമ്മുടെ എഗ്രിമെന്റ് എങ്കിൽ, സോ കിട്ടുന്ന ഫ്ലാറ്റിന്റെ അല്ലെങ്കിൽ ആ പറയുന്ന കിട്ടുന്ന അസറ്റിന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ, എന്നത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ, സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റിലെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ പ്ലസ് ക്യാഷ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്. ഇവിടെ നോട്ട് ശ്രദ്ധിക്കണം, ഇഫ് അസസി ട്രാൻസ്ഫർ ഹിസ് ഷെയർ ഇൻ ദ പ്രോജക്ട് ബിഫോർ ദ ഡേറ്റ് ഓഫ് certificate of completion, and in that case capital gain will be taxable in the year in which transfer took place, that is in the year in which property handed over to developer. No. സോ അപ് ടു എന്ന് വരെ എന്ത് ചെയ്യണം, ആ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ വരെ അയാൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അയാൾ വേറൊരാൾക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്താൽ അയാൾക്ക് എന്ത് അട്രാക്ട് ചെയ്യും, ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട് ചെയ്യും. ട്രാൻസ്ഫർ നടന്ന വർഷം തന്നെ ബാക്കിലേക്ക് അടിച്ചിട്ട് അയാൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ അട്രാക്ട് ചെയ്യുന്ന. നെക്സ്റ്റ് വൺ, സെക്ഷൻ 46. സോ അതിനു മുമ്പ് നമുക്ക് നമ്മൾ 3-4 എക്സെപ്ഷണൽ കേസസ് പറഞ്ഞു. എന്തായിരുന്നു നമുക്ക് ഒന്ന് ഓർത്തിരിക്കേണ്ടതാണ്. സോ ജനറലി അണ്ടർ സെക്ഷൻ 45 സബ്സെക്ഷൻ 1
capital gain taxable in the year of transfer. So ഇതിന് exceptions ആണ് പറയാൻ പോകുന്നത്. Exceptions. So 45 subsection 1 exceptions ആണ് പറയാൻ പോകുന്നത്. So നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത എക്സെപ്ഷൻ ഏതായിരുന്നു? സെക്ഷൻ 45 subsection 1A. Section 45 subsection 1A. Section 45 subsection 1A. എന്തായിരുന്നു? So ഇതിനകത്ത് year of transfer എന്ത് വരും? 45 subsection 1 year of transfer എന്തായിരുന്നു? Year of specified destruction ആയിരുന്നു അല്ലേ? Then year of capital gain taxation. So capital gain tax ചെയ്യുന്ന year ഏതായിരുന്നു? Year in which claim received. So year in which claim received. ശ്രദ്ധിക്കുക no. 45 subsection 1 exception ആണ് ഫസ്റ്റ്. 45 subsection 1A. So transfer നടക്കുന്നത് ഏത് വർഷമാണോ ഡിസ്ട്രിക്ഷൻ നടക്കുന്ന ആ ഇയറിലാണ്. സോ ബട്ട് ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ അട്രാക്ട് ചെയ്യുന്നപ്പോഴാണ് ക്ലൈം റിസീവ് ചെയ്യുന്ന വർഷം. ക്ലിയർ അല്ലേ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഇതെല്ലാം കൂടെ ഒന്ന് സമപ്പ് ചെയ്യാണ്. സോ നമുക്ക് തിയറി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ദെൻ അടുത്ത ഇതായിരുന്നു സെക്ഷൻ 45 subsection 2 കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻ ടു സ്റ്റോക്ക് ഇൻ ട്രേഡ്. സോ ഇയർ ഓഫ് ട്രാൻസ്ഫർ എന്താ വരുന്നത്? ഇയർ ഓഫ് ട്രാൻസ്ഫർ ഏതാണ്? കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻ ടു സ്റ്റോക്ക് ഇൻ ട്രേഡ്. കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻടു സ്റ്റോക്ക് ഇൻ ട്രേഡ്. സോ ആ ഇയറിലാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ നടക്കുന്നത്. ബട്ട് ക്യാപിറ്റൽ ഗെയിൻ ഇയർ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷനോ? ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ ഏത് ഇയറിലാണ്? സോ ഇൻ ദ ഇയർ ഇൻ വിച്ച് 45 in the year in which the stock in trade is sold. No. So നമ്മൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യാനോ ഈ ഇയറിൽ എന്താണ് സ്റ്റോക്ക് ഇൻ ട്രേഡ് സെയിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? PGBP വരണം. അത് കൂടാതെ ഈ പറയുന്ന പ്രൊവിഷൻ പ്രകാരം എന്തിലും വരണം? 45 subsection 2 പ്രകാരം ക്യാപിറ്റൽ ഗെയിനിലും എന്ത് ചെയ്യണം? ടാക്സേഷൻ അട്രാക്ട് ചെയ്യും. നെക്സ്റ്റ് സെക്ഷൻ ഏതായിരുന്നു? Section 45 subsection 5. Okay. So compulsory acquisition. So year of transfer എന്ന് പറഞ്ഞാൽ എന്താണ്? Year in which compulsory acquisition. Compulsory year in which asset is compulsorily acquired. Compulsory acquired ചെയ്ത വർഷമാണ്. Capital gain taxation വരുന്നതോ? Year in which compensation received year. Compensation received year. ഇപ്പോൾ ഡിസ്കസ് ചെയ്ത സെക്ഷൻ 45 subsection 5A. സോ ട്രാൻസ്ഫർ നടക്കുന്ന എപ്പോഴാണ്? ഇയർ ഇൻ വിച്ച് പൊസഷൻ ട്രാൻസ്ഫർ അല്ലെ? ജോയിന്റ് പൊസഷൻ ട്രാൻസ്ഫേർഡ് to joint development agreement. Then എന്നാണോ ഇത് 5A പ്രകാരം ഇയർ ഇൻ വിച്ച്. സോ ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട് ഇയർ ഇൻ വിച്ച് സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് പ്രോജക്ട് issued by competent authority. Clear ആണോ? No. Section 45 subsection 1 general. നോർമലി സെക്ഷന് എക്സെപ്ഷൻ ആണ് ഈ പറയുന്ന 4 സെക്ഷൻസ്. നെക്സ്റ്റ് വൺ ക്യാപിറ്റൽ ഗെയിൻ ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ് ബൈ കമ്പനീസ് ഇൻ ലിക്വിഡേഷൻ. കമ്പനി ഇൻ ലിക്വിഡേഷൻ. സോ വെരി ഇമ്പോർട്ടൻറ്റ്. ക്യാപിറ്റൽ ഗെയിൻ distribution asset by company in liquidation. So that ശ്രദ്ധിക്കാം.
Section 46, capital gain on distribution of asset. Capital gain. So section 46 ആണ് പറയുന്നത് capital gain on distribution of asset by companies in liquidation. Then distribution of asset by companies in liquidation. So liquidation സമയത്താണ് കമ്പനി എന്ത് ചെയ്യുന്നു, കമ്പനിയുടെ അസറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ, സോ കമ്പനിയുടെ ക്യാപിറ്റൽ അസറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ രണ്ട് കേസായിട്ട് നമ്മൾ ഇരിക്കണം. ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ കമ്പനി, ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ കമ്പനി. സോ കമ്പനിയുടെ ഹാൻഡില്, ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ കമ്പനി. So distribution of assets. So asset as it is in the shareholders distribute at the time of liquidation. So distribution നമ്മൾ already പറഞ്ഞിട്ടുണ്ട്. So section 47 പ്രകാരം distribution. So ഇത് section 46 subsection 1 ആണ് പറയുന്നത്. Distribution is not a transfer. So asset liquidation സമയത്ത് കമ്പനി അസറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ distribution. So കമ്പനിയുടെ കയ്യില് distribution is not a transfer. So transfer ഇല്ലെങ്കിൽ എന്ത് അട്രാക്ട് ചെയ്യത്തില്ല? സെക്ഷൻ 45 സബ്സെക്ഷൻ 1 പ്രകാരം എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്താലേ എന്തുണ്ടാവുള്ളൂ? ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുള്ളൂ. Therefore no capital gain taxation. No capital gain taxation ഉണ്ടാവില്ല. Then in the hands of shareholders. Okay. So capital gain എന്താണ്? അസറ്റ് ലിക്വിഡേഷൻ സമയത്ത് കമ്പനി എന്ത് ചെയ്യുവാണ്? ലിക്വിഡേഷന്റെ സമയത്ത് അസറ്റ് എടുത്ത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയാണ്. സോ അസറ്റ് എന്ന കമ്പനി കൊടുക്കുകയാണ്. കമ്പനി ലിക്വിഡേഷൻ സമയത്ത് അസറ്റ് ഇത് കണക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ മീൻസ് കമ്പനിക്ക് എന്ത് വരില്ല? അതൊരു ട്രാൻസ്ഫർ ആയിട്ട് കണക്കാക്കില്ല. ദെർഫോർ കമ്പനിക്ക് എന്തില്ല? ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ ഇല്ല. സോ ലിക്വിഡേറ്ററെ അപ്പോയിന്റ് ചെയ്ത് ലിക്വിഡേറ്റർ അത് വിറ്റിട്ട് ക്യാഷ് ആയിട്ട് വേറെ രീതിയിലായിരുന്നു ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ പറയുന്ന ക്യാപിറ്റൽ ഗെയിൻ കമ്പനിക്ക് അട്രാക്ട് ചെയ്യുന്നത്. ബട്ട് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ, അസറ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ കമ്പനി, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാമെന്നുണ്ടെങ്കിൽ എന്താണ്, കമ്പനിക്ക് അതൊരു ട്രാൻസ്ഫർ ആയിട്ട് കൂട്ടില്ല. ട്രാൻസ്ഫർ അല്ല എങ്കിൽ എന്തില്ല? ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ അട്രാക്ട് ചെയ്യത്തില്ല. Then so in the hands of the shareholders, in the hands of the shareholders, രണ്ടായിട്ടാണ് നമുക്ക് തിരിക്കുന്നത്. in the hands of the shareholders, in the hands of the shareholders. Distribution attributable, distribution attributable to profits of the company. So കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നാണ് ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് എങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ attributable to the profits of the company. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, സോ ഇയാൾക്ക് എന്താണ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അയാൾക്ക് ഡിവിഡൻഡ്, സോ കമ്പനിയിൽ ഷെയർ ഹോൾഡ് ചെയ്തിട്ടാണ് ഡിവിഡൻഡ് കിട്ടും എന്നുള്ള രീതിയിലാണ്. സോ ഡിസ്ട്രിബ്യൂഷൻ ഈ പറയുന്ന കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നാണ് കൊടുക്കുന്നത്. സോ ഡിസ്ട്രിബ്യൂഷൻ attributable to profits of the company, then it will be treated as deemed dividend under section 2 subsection 22 clause C. So നമ്മൾ IFOS ഈ പറയുന്ന ഡീംഡ് ഡിവിഡൻഡിനെ കുറിച്ച് നെക്സ്റ്റ് ഹെഡിൽ നമ്മൾ ഇൻ ഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ therefore taxable in the hands of shareholder under income from other source, distribution attributable to accumulated profits of the company
Then so accumulated profit എന്നുള്ളതാണെങ്കിൽ അതെന്തായിരിക്കും ഡിവിഡൻഡ് ആയിട്ട് കണക്കാക്കും. അതെങ്ങോട്ട് പോകും? അതർ സോഴ്സിൽ ടാക്സ് ചെയ്യും. ദെൻ പിന്നെ ഈ പറയുന്ന അസറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഷെയർ ഹോൾഡേഴ്സ് പിന്നീട് എപ്പോഴെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ഫുൾ വാല്യൂ ഇപ്പം ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ എന്താണ് ഫുൾ വാല്യൂ കൺസിഡറേഷൻ കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. ശ്രദ്ധിക്കുക, ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ എന്താണ് ഒന്ന് ഉണ്ടോ? സോ കമ്പനിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഡിസ്ട്രിബ്യൂഷൻ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്നാണെങ്കിൽ നമ്മൾ അത് അതർ സോഴ്സിലാണ്. ദെൻ അതല്ലാതെ ബാക്കിയുള്ളത് അവിടെ നമുക്ക് എന്താണ് ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട്സ് capital gain taxation attracts for the remaining payments or other assets. Remaining അതായത് ഈ പറയുന്ന accumulated profit ൽ നിന്നല്ലാത്ത remaining payments or other assets. Then ഇവിടെ നോക്കാം, ക്യാപിറ്റൽ ഓൾറെഡി നമ്മൾ എന്ത് പറഞ്ഞു? അക്യൂമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്നാണ് ഷെയർ ഹോൾഡേഴ്സിന് ഇത് കിട്ടുന്നത് എങ്കിൽ, അസറ്റ്സ് കിട്ടുന്നെങ്കിൽ അത് ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് 2 സബ്സെക്ഷൻ 22 ക്ലോസ് ഈ പ്രകാരം എന്തെയും അതർ സോഴ്സിൽ ടാക്സ് ചെയ്യും. ദെൻ ഇനിയും ബാക്കിയുള്ളത് എന്താണ്? ക്യാപിറ്റൽ ഗെയിനിൽ ടാക്സ് ചെയ്യും. സോ ക്യാപിറ്റൽ ഗെയിനിൽ ടാക്സ് ചെയ്യണമെങ്കിൽ നോക്കാം, ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ വരുന്നത് ഈ ഷെയർ ഹോൾഡർ കിട്ടുന്നത് എന്തൊക്കെയാകാം? ക്യാഷ് ആയിട്ടാണ് കിട്ടുന്നെങ്കിൽ മണി റിസീവ്ഡ്. സോ ഫുൾ എടുക്കണം നമ്മൾ, മണി റിസീവ്ഡ്. ദെൻ അതിന്റെ കൂടെ എന്തായിരിക്കും? അസറ്റ് ആയിട്ട് കൂടെ കിട്ടുന്നുണ്ടെങ്കിൽ എന്തെടുക്കും? കിട്ടിയ അസറ്റിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ FMV ഓഫ് അസറ്റ് as on the date of distribution. FMV of asset as on the date of distribution less. Okay, so ഇതിൽ നിന്ന് എന്താണ് ഉണ്ടോ? സോ ഈ മണി റിസീവ്ഡ് ഈ FMV കിട്ടിയതിനകത്ത് ഉണ്ടോ attributable to profits, accumulated profits ആണെങ്കിൽ അത് എന്തിൽ കുറയ്ക്കണം? ലെസ് ഡിവിഡൻഡ്, accumulated dividend ലെസ് ഡിവിഡൻഡ് ഉണ്ടോ? ഇതിൽ നിന്ന് ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ, ഈ പറയുന്ന ഏരിയ ഉണ്ടെങ്കിൽ 2 സബ്സെക്ഷൻ 22 ക്ലോസ് ഈ പ്രകാരം ഉണ്ടെങ്കിൽ അത് കുറച്ച് കിട്ടുന്നതാണ് എന്ത്? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. സോ ഷെയർ ഹോൾഡർക്ക് കയ്യിലേക്ക് കിട്ടിയ എമൗണ്ട് ഇത്രയുണ്ട്. ദാറ്റ് മീൻസ് ഇത് എവിടെ പോകും? ഇത് ക്യാപിറ്റൽ ഗെയിനിലല്ല, എവിടെ? അതർ സോഴ്സിലോട്ട് പോകും. സോ എനിക്ക് കിട്ടിയ മൊത്തത്തിൽ നിന്ന് എന്താണ്? കമ്പനിയുടെ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്ന് കിട്ടിയ എമൗണ്ട് എന്തായിട്ട് കണക്കാക്കും? എന്റെ അതർ സോഴ്സിലേക്ക് പോകും. ദാറ്റ് മീൻസ് റിമൈനിങ് അത് കുറച്ചിട്ടുള്ളത് എനിക്ക് കിട്ടിയ ക്യാഷ്, എനിക്ക് കിട്ടിയ അസറ്റിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഡേറ്റ്. സോ അതെല്ലാം കൂടെ കൂട്ടി അതിൽ നിന്ന് എന്താണ് ഈ പറയുന്ന ഡീംഡ് ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ കുറച്ച് കിട്ടുന്നതാണ് എന്റെ ഷെയർ ഹോൾഡറിന്റെ പെർവ്യൂവിൽ ഫുൾ വാല്യൂ കൺസിഡറേഷൻ. സോ ഈ ഫുൾ വാല്യൂ കൺസിഡറേഷൻ ആയാലും ടാക്സ് ചെയ്യാൻ സമ്മതിക്കുമോ? ഇല്ല. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ഒന്നുകിൽ ലെസ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഓർ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും എന്ത്? ഒന്നുകിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ക്ലിയർ ആണോ? കമ്പനിക്ക് അസറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്തില്ല? ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ ട്രാൻസ്ഫർ അല്ല. ബട്ട് ഷെയർ ഹോൾഡറുടെ കയ്യിൽ രണ്ട് ട്രീറ്റ്മെന്റ് ആണ്. കമ്പനി അക്യൂമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്നാണ് കൊടുക്കുന്നതെങ്കിൽ അത്രയും അക്യൂമുലേറ്റഡ് പ്രോഫിറ്റിന് കൊടുക്കുന്ന അത്രയും വരെ എന്തായിട്ട് കണക്കാക്കും? IFOസിൽ ടാക്സ് ചെയ്യും. ബാക്കിയുള്ള എല്ലാം എന്തെടുക്കും? അയാളുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് കണക്കാക്കാം. ആ അസറ്റ് അയാൾ വിറ്റാൽ അല്ലെങ്കിൽ ആ സമയത്ത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അയാൾക്കുണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാനായിട്ട്. സോ അയാൾക്ക് കിട്ടിയത് എന്തൊക്കെയാണ്? ഒന്നുകിൽ ക്യാഷ് കിട്ടാം, അല്ലെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ, അസറ്റിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. സോ അതിൽ നിന്ന് ഡീംഡ് ഡിവിഡൻഡ് അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 22 ക്ലോസ് സി ഉണ്ടെങ്കിൽ കുറയ്ക്കുക. അതായിരിക്കും അയാളുടെ ഫുൾ വാല്യൂ കൺസിഡറേഷൻ. അതിൽ നിന്ന് അയാൾ കമ്പനിയുടെ ഷെയർ അക്വയർ ചെയ്തപ്പോൾ അയാൾക്കുണ്ടായ കോസ്റ്റ്, ദെൻ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? ഷോർട്ട് ക്യാപിറ്റൽ ഗെയിൻ. ക്ലിയർ ആണോ? സോ നമുക്ക് 46A റിമൈനിങ് പോർഷൻ നാളത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. സോ 46A കൂടെ കഴിഞ്ഞാൽ നമ്മൾ നേരെ സെക്ഷൻ 50 അതർ
50 then other സെക്ഷനിലേക്ക് പോകും. നാളെ അപ് ടു ദിസ് പോയിന്റ് ഒന്ന് നോക്കി വരിക. then 46A കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അപ് ടു ദിസ് 46A വരെയുള്ള പ്രോബ്ലംസും ചെയ്യാം. സോ ഒറ്റയടിക്ക് സെക്ഷൻ പറഞ്ഞു പോലെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടെ നമുക്ക് സെക്ഷൻ നാളെ റിവൈസ് ചെയ്യാം. നാളെ 46 വരെയുള്ള സെക്ഷൻസ് സൂപ്പർവിഷൻസ് എല്ലാം ഒന്ന് നോക്കി വരിക. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ വാല്യൂ കൺസിഡറേഷൻ എന്തെടുക്കണം, എന്ത് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുക്കണോ വേണ്ടയോ എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ആ തിയറി തറവാകും. സോ റിമൈനിങ് പോർഷൻ നമുക്ക് നാളത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ അല്ലെ ഇന്ന് ഡിസ്കസ് ചെയ്തെല്ലാം? So 46A plus remaining portion നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം, പ്ലസ് പ്രോബ്ലംസ് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.